നീയാണോ വലിയ കവർച്ച തലയാടി നീയാണോ വലിയ കൊല കൊമ്പനെന്നു നടിക്കല്ല വന്നെന്നെ ഓടി പീഡിക്കാൻ കഴിഞ്ഞില്ല വന്നെന്നെ ഓടി പീഡിക്കാൻ കഴിഞ്ഞില്ല വിലമേറും മക്കത്തുമറുവമ്പൻ താനാണോ വലിയ കവർച്ച തലയാളി നീയാണോ വലിയ കവർച്ച തലയാടി നീയാണോ വലിയ കൊല കൊമ്പനെന്നു നടിക്കല്ല വന്നെന്നെ ഓടി പിടിക്കാൻ കഴിഞ്ഞില്ല വന്നെന്നെ ഓടി പീഡിക്കാൻ കഴിഞ്ഞില്ല. ശരി, നിങ്ങളാണോ മക്കത്തുമറല്ലേ? കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇപ്പൊ കേട്ട ഉമറും അപ്പൊ കണ്ട ഉമർ തമ്മില് ആനയും അണ്ണാനും തമ്മിലൊരു അന്തരമുണ്ട്. ഉമർലാന്ന് ചതെന്താ? അതോ ഞാൻ കേട്ടുപഠിച്ച ഉമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധീരനാണ്, ഭയങ്കര ശൂരനാണ്, പരാക്രമിയാണ്. ഇപ്പൊ കണ്ട ഉമറോ? എന്റെ കുതിരയുടെ ബാക്കിൽ ഓടി തോറ്റിട്ട് ഞാൻ തോറ്റടാ ഒന്ന് നീക്കടാന്ന് എന്നോട് അപേക്ഷിക്കുന്ന ഒരു ഭീരുവായി ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഡോ ഞാനല്ലട തോറ്റത്, കുതിരയാ തോറ്റേ. അതാണ് വീണെടുത്ത് ഇല്ലെന്ന് പറഞ്ഞത്, കുതിരയാണ് തോറ്റത്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഉമറേ തോക്കൽ ഏതായാലും തോറ്റ്, പിന്നെ അതിന് വിഡ്ഢിത്തവും കൂടി പറഞ്ഞ് തോക്കാൻ നിൽക്കണ്ട. എന്റെ കുതിര ജയിച്ചത് കുതിരയുടെ മിടുക്കല്ല, ആ കുതിരപ്പുറത്ത് നിന്ന് ഞാൻ ധീരനായത് കൊണ്ടാണ്. നിങ്ങളുടെ കുതിര ജയിക്കുമായിരുന്നു നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ, നിങ്ങളൊരു ധീരനാണെങ്കിൽ നിങ്ങളുടെ കുതിര ജയിക്കും. ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ ധീരനാണെന്നാണ് എന്റെ കുതിര ജയിച്ചതെന്ന് വല്ലാതെ പറയണം. സത്യത്തിൽ അവന്റെ മുന്നിൽ മൊത്തത്തിൽ ഞാൻ പൊട്ടി. ഞാൻ അവനോട് പറഞ്ഞു, ശരി നീ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, നീ പറഞ്ഞല്ലേ റെഡി തന്നെ. ഇപ്പൊ തോറ്റത് ഇപ്പൊ ഞാനും നീ രണ്ട് കുതിരയല്ലാണ്ട് വേറെ ആരും അറിയില്ലല്ല, അതുകൊണ്ട് സമാധാന. പക്ഷെ എന്റെ ജീവിതത്തിൽ ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യമായി ഞാൻ ആരോടാണ് ഒരു കുതിര സവാരിയിൽ പൊട്ടിയത് എന്ന് എനിക്കറിയണ്ടേ. അതുകൊണ്ട് എന്താണ് നിന്റെ പേര്? അപ്പൊ അവൻ പറഞ്ഞ അങ്ങനെ മാന്യമായിട്ട് ചോദിക്കുന്ന മാന്യമായിട്ട് മറുപടി പറഞ്ഞു തരും, അല്ലാണ്ട് പേടിപ്പിക്കൽ എന്റെ അടുത്ത് നടക്കൂലാണ്. അപ്പൊ ചോദിച്ചു, ശരി മാന്യ നിന്റെ പേരെന്താണ്? അയാൾ പറഞ്ഞു, എന്റെ പേര് അബ്ദുള്ള, പൂർണ്ണമായ പേര് അബ്ദുള്ള ഇബ്നു ഷേറ. നല്ല പേര്, നിന്റെ സ്പീഡ് പോലത്തെ പേര്. അല്ല അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ഇത്ര സ്പീഡ് പോണ്? അപ്പൊ പറഞ്ഞു, സ്പീഡ് പോണ എന്തിനാന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ എനിക്ക് സമയമില്ല, നിങ്ങൾ അടുത്ത ആൾ വരുമ്പോൾ പിടിച്ചോ, ഞാൻ ഇപ്പൊ പോവാണ്, എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് റോമിന്റെ ഭാഗത്തെത്തണം. എന്തിന്? അല്ല അത് വേറെ കഥയാണ്, അത് പറയാൻ ടൈമില്ല, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പോവാ. അല്ല നീ കാര്യം പറഞ്ഞിട്ട് പോ. അല്ല അതൊരു വലിയ കഥയാണ്, അത് പറയാൻ സമയമില്ല, അത് പറഞ്ഞിട്ട് പോയിക്കോ. അപ്പോ അബ്ദുള്ള ഇബ്നു ഷേറ പറഞ്ഞു, അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും കേട്ടോ. എന്നാ പറഞ്ഞിട്ട് വന്നോളൂ. എന്നാ കേട്ടോ, നിങ്ങൾ ചോദിച്ചില്ലേ ഇത്ര സ്പീഡിൽ എന്തിനാ പോണത്? വൈകുന്നേരം ആകുമ്പോഴേക്ക് എനിക്ക് റോമിന്റെ ഭാഗത്തെത്തണം. കാരണം റോമില് എനിക്കൊരു പെണ്ണുണ്ടടാ, എനിക്കുമുണ്ടൊരു ബീവി, അവിടെ എനിക്കുമുണ്ടൊരു ബീവി, ഉമൈമത്തിന്നൊരു ഹൂറി, ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലായി കൂടി. എനിക്കുമുണ്ടൊരു ബീബി, ഉമൈമത്തെന്നൊരു ഹൂറി, ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലായി കൂടി. മനസ്സിനൊത്തൊരു കിളിമകളായി മഹിമ പെണ്ണവൾ മാറി. എനിക്കുമുണ്ടൊരു ബീബി, ഉമൈമത്തെന്നൊരു ഹൂറി, മകളിലൊത്തൊരു മധുബനെന്ന് മനുജർ മാലിക്കിൽ കൂറി. ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലായി കൂടി. എനിക്ക് അവിടെ ഒരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചോണ്ട് പറഞ്ഞു, അത് ശരി, അതാ ഇത്ര സ്പീഡല്ലേ? അതുണ്ടോ, അത് സ്വാഭാവികമാണ്. അപ്പൊ അബ്ദുള്ള ഇബ്നു ഷേറ പറഞ്ഞു, ഉമറേ നീ എന്താ വിചാരിച്ചേ, ഞാനൊരു പെണ്ണിനെ കാണാൻ പോകുന്ന ഊച്ചാളിയാണെന്നോ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ നിങ്ങൾ ആരാണ് മാന്യ? ഞാന് റോം ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ഷേറയുടെ മോനാണ്, മന്ത്രി ഷേറയുടെ മോനാ ഞാൻ. അപ്പൊ പറഞ്ഞു, റോമിലെ മന്ത്രിയുടെ മോനെന്തിനാ ഷാമിന്റെ ഭാഗത്ത് വരുന്നെന്ന് വെച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, അത് വേറെ കഥ. നീ ആരാ കഥ ബുക്കാ? മരിക്കും തോറും കഥ? അല്ല അത് വേറെ കഥയാന്ന് പറഞ്ഞു. അതെന്താ കഥ എന്ന് വെച്ചു. അല്ല അത് പറയാൻ സമയമില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് എത്തണം, ഞാൻ പോവാണ്. അല്ലല്ല അത് പറഞ്ഞിട്ട് പോയാൽ മതി. സത്യത്തിൽ ഇയാൾ കുടുങ്ങി ഉമർ റളിയല്ലാഹു മുന്നിൽ പോകാനും പറ്റുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു മൂപ്പര് പറഞ്ഞു, ഒരു പെണ്ണെ കാണാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ തെറ്റിദ്ധാരണ വരുമല്ലോ, അതുകൊണ്ട് സത്യം ഞാൻ പറഞ്ഞിട്ട് പോയിക്കോളാം. എന്താന്ന് പറഞ്ഞു, ഞാൻ ജനിച്ചത് റോമിലെ കൊട്ടാരത്തിലാണ്,
എൻ്റെ മാപ്പയും എൻ്റെ ഉമ്മയും ഞാനും ജീവിച്ചത് റോം കൊട്ടാരത്തിലാണ്. ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ റോം ചക്രവർത്തിക്ക് ഒരു പെൺകുട്ടി പിറന്നു. അവളുടെ പേര് ഉമൈമ എന്നാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാ നടക്കുക, ഒന്നിച്ചാ കളിക്കുക, ഒന്നിച്ചാ കുളിക്കുക, ഒന്നിച്ചാ തിന്ന, ഒന്നിച്ചാണ്. അപ്പൊ എല്ലാവരും പറയും ആ അബ്ദുള്ളക്ക് പറ്റിയ പെണ്ണാത്, ആ ചെക്കന് പറ്റിയ പെണ്ണാത്, ആ പെണ്ണിന് പറ്റിയ ചെക്കനാത്, എല്ലാവരും പറയും. ഒരു ദിവസവും എൻ്റെ ബാപ്പ മന്ത്രി ഷെഹറയെ രാജാപരികത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മന്ത്രി, നമ്മുടെ ആ മക്കളുടെ നടത്തവും പോക്കൊക്കെ കണ്ടില്ലേ, അതെ, നമുക്ക് അവരെ അങ്ങ് നടത്തിയാലോ? മന്ത്രി പറഞ്ഞ നടക്കില്ല ചെയ്യുന്നു, നടക്കുന്ന ആളെ കുറിച്ച് ഒന്നും കൂടി നടത്തലുണ്ട. അല്ല മന്ത്രി, അവരെ ചെറുപ്പത്തിൽ ഒന്നിച്ച് നടക്കണ പോലെ വലുതായാല് അവരെ പരസ്പരം കല്യാണം കഴിപ്പിച്ച് അങ്ങ് വിട്ടാലോ? മന്ത്രി അത്ഭുതത്തോടെ ചോദിച്ചു, കാര്യം പറയണോ? ഞാൻ കാര്യം പറയാണ്. അന്ന് എനിക്കും സമ്മതമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് രാജാവേ. എന്താ? നമ്മളതിങ്ങനെ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞു വിട്ടാ പോരാ. അവരുടെ വിവാഹപ്രായം എത്തുമ്പോഴേക്ക് നമ്മളിൽ ആരാ ബാക്കിയുണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അതൊരു കരാർ എഴുതാം, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം, ഒരു അച്ചാരം എഴുതാം. അപ്പൊ രാജാവ് പറഞ്ഞു, മന്ത്രി, നീ ആള് ബുദ്ധിമാനായ മന്ത്രിയാണ്, നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ നിന്റെ കുട്ടിയെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് ദർബാർ ഹാളിൽ കൊണ്ടുപോവാ, ഞാൻ എൻ്റെ പെൺകുട്ടിയെ കുളിപ്പിച്ച് അവിടെ കൊണ്ടുവരാം, രണ്ട് മന്ത്രിമാരെയൊക്കെ സാക്ഷികളാക്കി നമുക്കൊരു കരാർ എഴുതാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ ഷെഹർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, പിറ്റേന്ന് രാവിലെ എൻ്റെ ബാപ്പ എന്നെ കുളിപ്പിച്ചു. സാധാരണ ഉമ്മമാരാണ് കുളിപ്പിക്കുക. പിന്നെ ബാപ്പ എപ്പോഴാണ് കുളിപ്പിക്കാന്ന് വെച്ചാൽ, ചില ബാപ്പ ഗൾഫിൽ നിന്ന് വന്നാൽ കുളിപ്പിക്കേണ്ടി വരും. ചില ഉമ്മ പറയൂ, ഭാര്യ പറയും, ഹലോ കാക്ക നോക്ക്, 2 കൊല്ലമായി ഞാൻ നോക്കുന്നു, കുറച്ചെങ്ങി നോക്ക്, കേൾക്കേണ്ട താമസം ഈ ചങ്ങായി കൂട്ടിയിട്ട് പോവുകയും ചെയ്യും. അത് വേറെ കാര്യം, പോവുകയും ചെയ്യണം കേട്ടോ. ഭാര്യമാർ പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം. കുട്ടികളുടെ കാര്യത്തിൽ ഭർത്താവും ഭാര്യയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. സ്നേഹം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഭാര്യമാരോട് ഭയങ്കര സ്നേഹമാണ് ഭർത്താക്കന്മാർക്ക് കേട്ടാ, ഭയങ്കര സ്നേഹമാണ്. കുറച്ച് മാസമായിട്ട് തുടങ്ങിയ സ്നേഹമാണ്. വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഓക്ക് കൊടുക്കുന്നതിന് ലേശം കുടിക്കുക കേട്ട്, ചോറ് തിന്നുന്നതിന് മുമ്പ് ഓക്ക് ഭാര്യയിട്ട് കൊടുക്കുന്നത്, മോള് തിന്ന് കേട്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? സ്നേഹം കൊണ്ടല്ല. ആ ജോളി കലക്കിയ പോലെ ഇവള് സയനൈഡ് കലക്കിനോ നോക്കുന്നതാണ്. എപ്പാ പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാന്ന് പറയാൻ കഴിയില്ല. സയനൈഡ് കലക്കി തന്നിട്ടുണ്ടെങ്കിൽ തിന്നിട്ട് ആപ്പീസ് കൂട്ടിപ്പോവും. അതുകൊണ്ട് ഭർത്താക്കന്മാർ ഇപ്പോൾ പരീക്ഷയുടെ വിധേയമാക്കിയത് ഓക്കന്നെ കൊടുക്കരുത്, ലേശം കുടിക്കുക. അപ്പോൾ പെണ്ണുങ്ങൾ അതിനേക്കാൾ വെള്ളമായിരിക്കും. ചിലപ്പോൾ ആദ്യം കൊടുക്കുന്ന വെള്ളത്തിലൊന്നും ഉണ്ടാവില്ല, രണ്ടാമത് കൊടുക്കുന്നതിനുണ്ടാവും. നമ്മള് പറഞ്ഞു തന്നിട്ട് ചെയ്തൊക്കെയല്ല. അപ്പോ മന്ത്രി ഷെഹറയുടെ മകനായ അബ്ദുള്ള പറയാണ്, രാവിലെ എൻ്റെ ബാപ്പനെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് എൻ്റെ കയ്യും പിടിച്ച് ദർബാർ ഹാളിൽ കൊണ്ടുവരുമ്പോൾ രാജാവിൻ്റെ കയ്യും പിടിച്ച് അവളിങ്ങോട്ട് വന്നു. എന്നെ കണ്ടതും ബാപ്പാൻ്റെ കയ്യങ്ങ് തട്ടിയിട്ട് ഓടി വന്നവൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട്, ഹൈ വാ, നീ കുളിച്ച്, ഞാനും കുളിച്ച്, നീ പുതിയ കുപ്പായിട്ട് ഞാനോട്ട്. ഈ ചെറിയ മക്കളുടെ ഭർത്താനം കേൾക്കാൻ രസമാണ്. പണ്ടേ ഇപ്പല്ല, ഇപ്പം ബോധം കെട്ട് വീണു പോകും. കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേർ വർത്താനം കേട്ടിട്ട് വല്ലാത്ത വർത്താനം. വലിയ ആൾ പറയുന്നതിൻ്റെ 45 ഇരട്ടി അധികം പറഞ്ഞു കളിയും. ഭയങ്കര വളവാ പിള്ളേർക്ക്, ഭയങ്കര. നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു ചെക്കൻ ടീച്ചറെ കുടിക്കുക ഒരു കഥ പറഞ്ഞു തരാൻ. ഒരു സംഭവം ഉണ്ട്, ഒരു കഥ. ടീച്ചറോട് ചോദിച്ചോലും ചെക്കൻ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ ചോദിച്ചോലൂ, ടീച്ചറെ എനിക്കൊരു സംശയമുണ്ട്. എന്താ? കണക്ക് വയ്യ പഠിപ്പിക്കാം. എന്താ സംശയം? കണക്ക് എന്നാൽ എന്ത്? സത്യത്തിൽ ടീച്ചർ കുടുങ്ങി. ടീച്ചർ പറഞ്ഞ്, കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോക്കെടുത്തിട്ട് പറ്റിയാണ്. അപ്പോൾ ചെക്കൻ പറഞ്ഞു, ടീച്ചറെ കയ്യിലല്ലേ ചോക്കില്ലേ, ഇന്നെപ്പോൾ തന്നെ പഠിപ്പിക്കാൻ അടിയൊക്കെ വേണമെന്ന് പറഞ്ഞു. ടീച്ചർ ചോക്കെടുക്കാൻ പോയി, ചെക്കൻ ഉറപ്പായി ആരോട് ചോദിക്കാൻ പോകാം. ചെക്കൻ വല്ല വേഗം പോയി. ടീച്ചർ പോയി ഹെഡ്മാസ്റ്ററോട് ചോദിച്ചു, സാറേ ഒരു സംശയം ഉണ്ടോന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ എന്നാ കണക്ക് എന്നാൽ എന്ത്? ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ചായ കുടിച്ചിട്ട് ഞാൻ വരാറ്. ഹെഡ്മാസ്റ്റർ പോയി. അപ്പോൾ ടീച്ചർ വല്ല ഓഫീസ് റൂമിൻ്റെ പുറത്തിറങ്ങി ചെക്കൻ ഇങ്ങനെ ഓഫീസ് റൂമിൻ്റെ ഉച്ചത്തിൽ നിൽക്കുന്നു. ടീച്ചർ വെച്ച്, ശൈത്താനെ നീ ഈടിയെത്തിയ? ടീച്ചറെ ഹെഡ്മാസ്റ്റർക്കും അറിയില്ലല്ലേ ചായ പിടിക്കാൻ പോകുന്നതാണ്. ടീച്ചർ ഇങ്ങനെ നിൽക്കാൻ വേർത്തിട്ട് ഈ ചെക്കനോടൊന്ന് മറുപടി പറയുമ്പോൾ ചെക്കൻ പറഞ്ഞു, ടീച്ചർ ബേജാറാകേണ്ട, ഉത്തരം ഞാൻ പറഞ്ഞു തരാം, അങ്ങ് മറ്റേ ആളെ കുടിക്കൊക്കെ പറഞ്ഞു. ടീച്ചർക്ക് ആവേശം. ടീച്ചർ പറഞ്ഞു, നീ പറടാ, വലിയ സ്റ്റാഫ് റൂമിൽ ഞാൻ എല്ലാവരും അലാക്കാക്കാന്ന് പറഞ്ഞു. ചെക്കൻ പറഞ്ഞു, കണക്ക് എന്നാൽ ഒന്നും കൂട്ടാനുമില്ല ഒന്നും കുറക്കാനുമില്ല, കണക്കന്നെ. ഇതാണ് കണക്ക്. അപ്പം അവൾ എൻ്റെ കയ്യും പിടിച്ചിട്ട് നേരെ പോയി. ഞങ്ങൾ ദർബാർ ഹാളിൽ ഞങ്ങളുടെ സീറ്റ് കയറിയിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. മന്ത്രിമാരുണ്ട്, രാജാവുണ്ട്, എൻ്റെ ബാപ്പ പ്രധാനമന്ത്രിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു എഴുത്തുകാരനെ കൊണ്ടുവന്നു. അയാളൊരു തോൽക്കഷ്ണം 2ആയി പകുത്തിട്ട് 2ലും ഒരേ കരാർ പകർത്തി എഴുതി. ഒരേ കരാർ 2 കോപ്പിയിൽ രാജാവും മന്ത്രി ഒപ്പിട്ടു. എന്നിട്ട് പരസ്പരം കൈമാറി. എന്നിട്ട് ആ കരാർ സദസ്സിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജാവ് ഇപ്രകാരം വായിച്ചു, പ്രിയപ്പെട്ടവരെ, ഇണയതുമാക്കിടാനായി
ഇണയവർ മാതാപിതാ പറയുകയായി. പിന്നെ അവയിലച്ചാരം വെച്ച് കഴിയുകയായി. മലർകൊടിയാം പൂവിയെ ഇണയതുമാക്കിടാനായി ഇണയവർ മാതാപിതാ പറയുകയായി. പിന്നെ അവയിലച്ചാരം വെച്ച് കഴിയുകയായി. என்னை പിതമാതാവും കബറകമത പൂകി. പിന്നെ ഫനയതിലായി മാലും മുതലാകയ നേരം അവരും വഴുതയിൽ നിന്നാകെ തെറ്റിടുന്നൊരു ഖേദം. മലർകൊടിയാം പൂവിയെ ഇണയതുമാക്കിടാനായി ഇണയവർ മാതാപിതാ പറയുകയായി. പിന്നെ അവയിലച്ചാരം വെച്ച് കഴിയുകയായി. പ്രിയപ്പെട്ട രാജാവാണ് കരാർ ജനതയുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അയാൾ പറഞ്ഞു, ഞാനും എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയും തമ്മിൽ ഇന്ന കരാറാണിത്. ഞങ്ങളുടെ മക്കളായ ഉമയുമയും അബ്ദുള്ളയും ചെറുപ്പത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന പോലെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരെ പരസ്പരം കല്യാണം കഴിപ്പിച്ച് വിടാൻ പിതാക്കന്മാർ ഇരുന്ന സമ്മതപത്രം. കരാർ കൈമാറി സദസ്സ് പിരിഞ്ഞു. എന്നാൽ ഉമറെ, നിനക്ക് കേൾക്കണോ? റളിയല്ലാഹുവിനോട് അബ്ദുല്ലാഹിബ്നു ഷേഖ് പറയാണ്, 3 മാസം പൂർത്തിയാകുന്നതിന്റെ മുമ്പ് എൻ്റെ ബാപ്പ ഷേഖ് മരിച്ചു. ഷേഖ് മരിച്ചപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും ആ കൊട്ടാരത്തിലാണ്. പുതിയ മന്ത്രിയും അവന്റെ കുടുംബം കൊട്ടാരത്തിലെത്തി. അതോടെ പഴയ മന്ത്രിയുടെ ഭാര്യയും മകനും അവഗണനയുടെ അവതാളത്തിലെത്തി. ആത്മാഭിമാനം ഒരാളുടെ മുന്നിൽ പണയം വെക്കാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഒരു രാത്രി എൻ്റെ കൈപിടിച്ച് കൊട്ടാരം വിട്ട് പുറത്തിറക്കി. ഞങ്ങൾ നീണ്ട ഒരു യാത്രക്കൊടുവിലെത്തിയത് ഷാമിലാണ്, സിറിയയിൽ. ഷാംകാർ നല്ല മനുഷ്യന്മാരാണ്. അവരെ ഞങ്ങളെ പ്രയാസങ്ങൾ അറിഞ്ഞിട്ട് വീട് വെക്കാൻ സ്ഥലം നൽകി. അങ്ങനെ ഒരു ചെറ്റപ്പുരയൊക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ ഉമ്മയും കൂടാൻ തുടങ്ങി. എന്നെ പോറ്റി വളർത്താൻ എൻ്റെ മാതാവ് അയൽപക്കത്തെ വീട്ടിലൊക്കെ വേലക്ക് പോകും. വേല ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ടുവന്ന് എന്നെ പോറ്റി വളർത്തി. എനിക്ക് കൈക്കരുത്തും മൈക്കരുത്തുമാകുന്നവരെ ഉമ്മ അത് തുടർന്നു. എനിക്ക് കൈക്കരുത്തൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനെ പോരയിലിട്ട് ഞാൻ അധ്വാനിക്കാൻ ഇറങ്ങി. ഒരു കാലഘട്ടത്തിലെ മന്ത്രി മോനായ ഷേറയുടെ മോനായ അബ്ദുല്ലാന്റെ ജോലി അറിയണോ നിനക്ക്? മറല്ലാനോട് ചോദിക്കാണ്, എന്റെ ജോലി അറിയണോ? സിറിയൻ മാർക്കറ്റുകളിൽ, സിറിയയുടെ കവലകളിൽ, സിറിയയുടെ മുക്കുമൂലകളിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്ന കാഫില കൂട്ടങ്ങളിലെ ചരക്കിറക്കുക, ചരക്ക് കയറ്റുക എന്ന് പറഞ്ഞാല് കേവലം ഒരു കൂലി തൊഴിലാളിയാണ് ഞാൻ. അതിനിടയിൽ എൻ്റെ ഉമ്മയും അങ്ങ് മരിച്ചുപോയി എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നിട്ട് നീ ആ പെണ്ണെ കാണാൻ പോകുക, വിട്ടേക്കടോ, അതിനാ ഒഴിവാക്ക്, വേറെ നോക്കാം. പണ്ട് പറയട്ടെ, പണ്ട് പറയാം. ഇപ്പൊ അങ്ങനെ പറയാൻ ഇപ്പൊ ഇല്ല, പൊമ്പിള്ളറില്ല. ഇപ്പൊ കല്യാണം കഴിക്കാൻ നോക്കുമ്പോ സാധനം കിട്ടുന്നില്ല, കുടുങ്ങിയിട്ടാണല്ലോ കുറേ ആള് അല്ലേ? ജലീലെല്ലാം ഭാഗ്യം തന്നെ, അന്ന് കഴിച്ചുകൊണ്ട്. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ സാധനം ഉണ്ട് ഇഷ്ടം പോലെ, കല്യാണം കഴിക്കാൻ നോക്കുമ്പോ ഒന്നുമില്ല, എല്ലാം ഒന്നിക്ക് ബുക്കിങ് അല്ലേ? ജനിക്കും പിന്നെ ബുക്കിങ്, ഇംഗ്ലീഷ് മീഡിയത്തിലും മാപ്പിളക്കും 2 ബുക്കിംഗ് ആണ് ഇപ്പം പൊമ്പിള്ളർ. ഇനിയിപ്പോൾ എങ്ങനെ ഒന്ന് ഒപ്പിച്ച് പിടിച്ച് കല്യാണത്തിലാക്കി റാഹത്തായി നിക്കാഹിന് പോയി നോക്കുമ്പോൾ ചിലപ്പോൾ ഓടാടുണ്ടാവില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ലാഹു ഈ ഉമ്മത്തിന്റെ പെൺകുട്ടികളുടെ കൽബിൽ ദീനീബോധം നിറച്ചു കൊടുക്കട്ടെ. കുടുംബത്തിനെയും സമൂഹത്തെയും നാണക്കേടിലാക്കാണ്ട് ഇസ്സത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ പെൺകുട്ടികളായി അല്ലാഹു ഈ സമുദായത്തിലെ പെൺകുട്ടികളെ മാറ്റി തെരുമാറാകട്ടെ. ആമീൻ. നല്ലോണം ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. വരും അല്ലാഹു. നേരത്തെ ഞാൻ ഇടക്കിടക്ക് നോക്കുന്നില്ല, 2 പിള്ളേരാണെന്ന് തലപൊന്തിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് കല്ലെറിയാൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടാണ്. ആ മക്കളൊന്ന് പിടിച്ചു നോക്കട്ടെ. പിള്ളേർക്ക് സമയത്താണ് നല്ല ബുദ്ധി തോന്നുകയെന്ന് അറിയാൻ കഴിയില്ല. ഞാനാണെങ്കിൽ കുറേ ഇങ്ങോട്ടാണ് നിനക്ക് ആ ലൈറ്റ് കണ്ണിനിങ്ങനെ അടിച്ചിട്ട് ചിലപ്പോൾ ഉറക്കത്തിലെല്ലാം ഇങ്ങനെ കണ്ണിയും വേണ്ടി വരും. ഉറക്കത്ത് കണ്ണിയും വരുന്നല്ലേ, കണ്ണിയും വലിയ പോയല്ലേ കാര്യം. അതിന് കാത്ത് ബാപ്പ മരിച്ചു, സിറിയയിൽ പോയി. ഞങ്ങൾ സിറിയയിൽ പോയി, അതിനിടയിൽ ഉമ്മയും മരിച്ചു. അപ്പം അല്ലാഹുവിനെ പറഞ്ഞു, നീ പെണ്ണെ കാണാൻ പോകുന്നു, ഇവിടെ നമുക്ക് വേറെ നോക്കാം. അപ്പം പറഞ്ഞു, ഞാൻ ആ പെണ്ണെ കാണാൻ പോണ പോക്കല്ലത്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഒരു വിവരമറിഞ്ഞിട്ട് പോണ പോക്കാണ്. വിവരമറിഞ്ഞിട്ട് പോണ പോക്കോ?
ഇന്ന് രാവിലെ റോമിലെ മാർക്കറ്റിൽ നിന്ന് സിറിയൻ മാർക്കറ്റിൽ ഒരു കാഫില കൂട്ടം വന്ന് നിന്നു. കാഫില വന്ന് ഞാനറിഞ്ഞിന്ന് കാര്യമറിഞ്ഞേ നേരമിൽ. റോമില ഇന്ന് മംഗല്യമെന്ന് മണവാട്ടി രാജകുമാരിയ. ഉമൈമാ 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 ഉമൈമാ. കാഫില വന്ന് ഞാനറിഞ്ഞിന്ന് കാര്യമറിഞ്ഞി നേരമിൽ. റോമില ഇന്ന് മംഗല്യമിന്ന് മണവാട്ടി രാജകുമാരിയ. ഉമൈമാ 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 ഉമൈമാ. റോമിൽ നിന്ന് ഒരു കാഫില കൂട്ടം സിറിയൻ മാർക്കറ്റിൽ വന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് അവരെത്തിയിട്ടുണ്ട്. അവർ സാധാരണ വന്നാൽ അവർക്ക് ചരക്കറക്കലും കയറ്റലൊക്കെ ഞാനാണ്. അതുകൊണ്ട് എന്നെ അവർക്ക് നല്ല പരിചയമാണ്. സിറിയൻ മാർക്കറ്റിന്റെ ഒരു ഭാഗത്തുള്ള എൻ്റെ കൊച്ചുപുരയിൽ വന്നിട്ട് അവർ ഡോറിന് തട്ടി. ഞാൻ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കച്ചവടക്കാരൻ അവരെന്നോട് പറഞ്ഞു, അബ്ദുള്ള കുറച്ച് ചരക്കറക്കാണ്ടൊന്ന് ബാഗ് ഇറക്കണം എന്നുള്ളു. ഞാൻ പോയി അവരുടെ ചാക്കുകൾ ഇറക്കിക്കൊണ്ടിരിക്കെ ആ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു എന്നോട്, അബ്ദുള്ളോ കുറച്ച് സ്പീഡിൽ ഇറക്കണം എന്നുള്ളു. ഞാൻ പറഞ്ഞു, സാധാരണ ഇറക്കണ സ്പീഡായത്. നിങ്ങൾ വന്ന് 2 ദിവസം ഇവിടെ താമസിച്ച് പുതിയ ചരക്കൊക്കെ എടുത്ത് പോകണം, നിങ്ങൾക്ക് എന്താ ഇന്നത്തെ ഒരു ധൃതി? സാധാരണ പോലെ അല്ലല്ലോ അബ്ദുള്ള, ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് നാട്ടിലെത്തണം. എന്താ വിശേഷം? അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലോ? അല്ലല്ല. ഞങ്ങളുടെ രാജാവിന് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പേര് ഉമൈമ. ഇന്ന് രാത്രി അവളുടെ കല്യാണമാണ്. ഇത് പറഞ്ഞപ്പോ എന്റെ തലയിൽ കേട്ടുള്ള നേരമിൻ കൽബും തകർന്ന് ക്രോധം പിടിച്ചു ഞാനോടിയേ. അതിനാലെനിക്ക് അസറിന് മുന്നേ അവിടമിൽ പോകണം വേഗമേ. എൻ പ്രിയ സഖിയെ കൊണ്ടുവരാനായി ഞാൻ ഇന്ന് കോടയും കേറിയേ. എൻ പ്രിയ സഖിയെ കൊണ്ടുവരാനായി ഞാൻ ഇന്ന് കോടയും കേറിയേ. ഉമരേ 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 ഉമരേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിൽ പറയാണ്, ഉമൈമയുടെ കല്യാണം ഇന്ന് രാത്രി എന്ന് പറഞ്ഞപ്പോ എന്റെ തലയിൽ ഇട്ടി വീണ പോലെയായി. ഞാൻ ആ ചാക്ക് വലിച്ചെറിഞ്ഞ ഒരൊറ്റ നടത്തം. അപ്പൊ ഒരുത്തനോടി വന്നിട്ട് പറഞ്ഞു, എന്താടാ അബ്ദുള്ള എനിക്ക് പറ്റിയേ? അവൻ പറഞ്ഞ കാര്യമാക്കണം, നീ എന്റെ സൗകര്യം പോലെ ഇറക്ക്, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ വേറെ നോക്ക്. അല്ലല്ല അബ്ദുള്ള, നീ ഇറക്ക്, ഈ രാവിലെ തന്നെ ആരെ പോയിട്ട് വിളിക്കാനാ, നിന്നെ അല്ലാണ്ട് നമുക്ക് പരിചയമൊന്നുമില്ല, നീ ഇറക്ക്. അബ്ദുള്ള പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ വേറെ നോക്ക്. അല്ല അബ്ദുള്ള, നീ ഇറക്ക്. അബ്ദുള്ള പറഞ്ഞു, എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞവനോട് പറഞ്ഞു, ഉപ്പാനോട് ഇറക്കാൻ പറയാറ്. മനുഷ്യരുടെ പിരാന്തായിട്ട് നടക്കുന്നത്. ഞാനന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി. കിടന്നിട്ട് കിടക്കാൻ തോന്നില്ല, ഇരുന്നിട്ട് ഇരിക്കാൻ തോന്നാത്തൊരവസ്ഥ, ഒരു വല്ലാത്ത അസ്വസ്ഥത. കരാർ ചെയ്യപ്പെട്ട എൻ്റെ പെൺകുട്ടിയെ മറ്റൊരാൾ നിക്കാഹ് കഴിക്കേ നടക്കൂല. ചുമരിൽ തൂക്കിയിട്ട വാൾ ഞാൻ എടുത്തു. അത് തേച്ചും എനിക്ക് മൂർച്ച കൂട്ടി ഉറയിലിട്ടിട്ടായി പോണത്. നീ ചോദിച്ചാൽ എന്തിനാ സ്പീഡ് എന്ന്? എനിക്കെന്തായാലും അവിടെ എത്തണം. രാത്രി ആ കല്യാണം, വൈകുന്നേരം ആ കല്യാണ വീട്ടിലേക്ക് പോകുമല്ലോ ആൾക്കാർ. ഞാൻ ആ പാതയോരത്ത് പോയി നിൽക്കും. വരുന്നവരൊക്കെ തലവെട്ടും. ഇന്നവിടെ കൊട്ടാരമുറ്റത്ത് തോരണമാക്കി തൂക്കുക അലങ്കാര വസ്തുക്കളല്ല, മനുഷ്യരുടെ ചോര പുരണ്ട കബന്ധങ്ങളാവും. അതിനാണ് ഞാൻ ഈ പോണത്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പോവാ, നിങ്ങൾ പോയിക്കോ, അടുത്ത ആൾ പിടിച്ചോറ്. അപ്പം പറഞ്ഞു, ഒരു മിനിറ്റ്, നീ ഇപ്പൊ പോയാല് അടിയും ഇടിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? മിക്കവാറും ഉണ്ടാവും. എന്താ ഞാനും നിന്റെ കൂടെ വരാം. റോമിൽ നിന്നാരിയെ തേടിപ്പോകാ, ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നീയും വന്നാൽ പാടേ അനർത്ഥങ്ങൾ വന്നു ചേരും. റോമിൽ നിന്നാരിയെ തേടിപ്പോകാ, ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നീയും വന്നാൽ പാടേ അനർത്ഥങ്ങൾ വന്നു ചേരും. കൂടെ പൊരുതാനുമായി ഞാനുമേ, കൂട്ടത്തിൽ കൂടി വരാം താനുമേ. കൂടെ പൊരുതാനുമൈ ഞാനുമേ, കൂട്ടത്തിൽ കൂടി വരാം താനുമേ. വന്നാൽ ഭവിഷ്യത്തതേറിടുമേ,
അതിനാൽ നീ പോരേണ്ട പൊന്നുമരേ. റോമിൽ നിന്നാരിയെ തേടിപ്പോകാൻ ഞാനോ വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നീയും വന്ന പാടെ അനർത്ഥങ്ങൾ വന്നു ചേരും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം. അത് വേണ്ട, അല്ലാണ്ട് ഞാൻ അടിയിടിന്റെ സ്പെഷ്യലിസ്റ്റ് സ്ഥാപനം, ഞാൻ വരുന്നോളാം. അത് വേണ്ട വേണ്ട, വന്നാൽ പ്രശ്നം കൂടും. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ഇനി പിന്നെ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഈ അലാഖിന്റെ കുതിരപ്പുറത്ത് പോയാൽ ഇന്ന് വൈകുന്നേരം പോയിട്ട് നാളെ വൈകുന്നേരം ആയാലും അവിടെ എത്തൂല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ വെറുതെ പറയണ്ട, നേരത്തെ നീ ആദ്യം വിട്ട് ഞാൻ ബാക്കിൽ വിട്ടു, എന്നിട്ടാ തോറ്റേ, നമുക്ക് ഒരേപോലെ വിടാം. അപ്പൊ അബ്ദുള്ള പറഞ്ഞു, ഒരേപോലെ വിട്ടിട്ടും തോറ്റാലോ? തോക്കൊന്നും ചെയ്യില്ല, എന്നാ വിടാ, പക്ഷെ തോറ്റാൽ ബാക്കെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു. രണ്ടോട്ടം വിളിക്കൂല എന്നാണ് ഒരു വിളിയുണ്ടെന്ന് ഉറപ്പായില്ലേ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കുതിരപ്പുറത്ത്, അവൻ്റെ കുതിരപ്പുറത്തും കയറി, ഞങ്ങളങ്ങ് വിട്ടു, ഒരേ സ്പീഡിൽ ഇങ്ങനെ പോവാണ്. അപ്പം ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അബ്ദുള്ളോ നേരത്തെ നീ ആദ്യം വിട്ടിട്ടാ ചേച്ചി, ഇപ്പൊ കണ്ട ഒരേ സ്പീഡ്. അപ്പൊ പറഞ്ഞു, ഉമറേ ഈ സ്പീഡ് പോയാൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തൂല, നമുക്ക് സ്പീഡ് കൂട്ടണം. നീ കൂട്ടിക്കോ, ഞാൻ കൂട്ടാന്ന് പറഞ്ഞു. അവൻ കൂട്ടി, അവന്റെ കുതിരക്ക് സ്പീഡ് കൂടി, ഞാൻ കൂട്ടി, ഉള്ളത് കുറഞ്ഞ്. അവൻ എന്റെ കണ്ണിൽ നിന്ന് മറയും തോന്നിയപ്പോ ഞാൻ ബാക്കെന്ന് വിളിച്ചു, അബ്ദുള്ളോ നിക്കണോ, നിക്ക്. അബ്ദുള്ള പറഞ്ഞു, നീ പോകുമ്പോൾ ഇങ്ങോട്ട് ബാക്കെന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല നിക്ക്, ഒരു സ്വകാര്യം പറയാനുണ്ട്, കേട്ടിട്ട് പോയിക്കോ പറഞ്ഞു. സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ കുതിരയെ പിടിച്ച് നിർത്തി. അടുത്ത അവൻ എന്നോട്, ചന്തയ്ക്ക് സ്വകാര്യം പറയാനുള്ളേ. ചെവിയിൽ പോയിട്ട് മെല്ലെ പറഞ്ഞു, വേറാരോട് പറയണ്ട, ഞാനും വരുന്നു. അപ്പ അബ്ദുള്ള പറഞ്ഞ്, നീ ഒരു സംഭവ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോവാ. എന്നാ പിന്നെ അങ്ങനെ വാ, നിങ്ങളെ കുതിരപ്പുറത്ത് ഇറങ്ങുന്നു. അത് പറഞ്ഞിട്ട് അവൻ അവന്റെ കുതിരപ്പുറത്ത് ഇറങ്ങി. റളിയല്ലാഹു പറയാണ്, സത്യത്തിൽ ഞാൻ വിചാരിച്ചത് കുതിരപ്പുറത്ത് ഇറങ്ങിയിട്ട് നമ്മൾ രണ്ടാളും കൂടി ഓട്ടാന്ന്. അങ്ങനെ ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു. ഇറങ്ങിയപ്പോ അവൻ എന്നോട് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ കുതിരപ്പുറത്തിരിക്കുക. ഞാൻ നിങ്ങളെ കുതിരപ്പുറത്തിരിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ അറിയോ, അവന്റെ അലാക്കിന്റെ കുതിരപ്പുറത്ത് ഞാൻ ഇരുന്നാൽ ഞാൻ ജയിക്കും. എൻ്റെ കുതിരനെ എനിക്കറിയാം എന്താ സാധനമൊന്നും, അതിന്റെ സ്പീഡ് വരെ എനിക്കറിയാം. അതുകൊണ്ട് എന്തായാലും ഇവൻ തോക്കുമ്പോ ബാക്കെന്ന് വിളിക്കും, നിക്ക് കാണിച്ചാൽ എനിക്ക്, നീ രണ്ടൂട്ടം എന്നെ മറ്റേതാക്കിയില്ലേ. ഞാൻ അവന്റെ കുതിരപ്പുറത്തിരുന്നു. അതൊരു വല്ലാത്ത കുതിര, ഒരു വൈബ്രേറ്റ് കുതിര, ഇങ്ങനെ കുതിരില്ലേ. ഒറ്റെല്ലാം നിസ്കരിക്കുമ്പം പറയാളിയത് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിന്റെ കാല് പിരിക്കുന്നുണ്ടാ? ഇല്ല അല്ലേ? ഒരുത്തൻ നിസ്കരിക്കാൻ കഴിയട്ടിയപ്പം ഭയങ്കര ബറളിപ്പിനു, ഉസ്താദ് വിചാരിച്ച അമസ്മാരത്തിന്റെ ലക്ഷണം. അപ്പൊ അതല്ല, മൊബൈല് വൈബ്രേഷനിൽ വെച്ചിട്ട് അതിന്റെ വർക്കത്തിൽ ഇത് മൊത്തത്തിൽ കുലുക്കിപ്പോയത്. അപ്പോ ഇതൊരു വൈബ്രേഷൻ കുതിര. ഞാൻ ആ കുതിരപ്പുറത്തിരുന്നു. എന്റെ കുതിര ഒരു സാധു, അതങ്ങനെ നിൽക്കാണ്. രണ്ട് കുതിരയുടെ കടിഞ്ഞാണ് ഒന്നിച്ച് കെട്ടിയിട്ട് എന്റെ കയ്യിൽ ഒരറ്റം തന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ അറ്റം പിടിച്ചിരുന്നു. അവൻ എന്റെ കുതിരപ്പുറത്ത് ചാടി കയറി. അസാധ്യ ധീരനാണ് അവൻ, എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നുന്നു. അസാധ്യ ധീരനാണ് ആള്. കുതിരപ്പുറത്ത് ചാടി അങ്ങ് കയറി അവിടെ ഇരുന്നു. എന്നിട്ട് എന്നെ ഒരു നോട്ടങ്ങ് നോക്കി. എന്നിട്ട് പറഞ്ഞു, പോവല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്നാണ്. പെട്ടെന്ന് എൻ്റെ കുതിരയുടെ ചെവിക്ക് താഴെ രണ്ട് വിരലാണ്ട് കുത്തിയിട്ട് ഒറ്റ വലിയാണ്ട് വലിച്ചപ്പോ എൻ്റെ കുതിര അറിയാണ്ട് കാലിങ്ങനെ പൊക്കിയിട്ടൊന്ന് വിറളി പിടിച്ചു. സത്യത്തിൽ ഇപ്പം എൻ്റെ കുതിരൻ്റെ അവസ്ഥ എന്താ അറിയോ, ഓൻ്റെ കുതിരൻ്റെ അതേ കൊലത്തിലായി. എൻ്റെ കുതിരക്കും തുടങ്ങി ബറ, ജമായത്തായ ബറ, അതിന് ഇനി ഒരേ ബറ. എന്നാൽ പിന്നെ പൂവലെന്ന് വെച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങ് വിട്ട് നമ്മളെല്ലാ പറയാണ്, എന്ത് രസാ പോണത്. പോയി സ്പീഡൊക്കെ കൂടാൻ തുടങ്ങി. സ്പീഡ് കൂടി ആദ്യം എനിക്ക് നല്ല റാഹത്താ, പിന്നെ പേടിയാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അബ്ദുള്ള സ്പീഡ് കുറക്ക്. അബ്ദുള്ള പറഞ്ഞു, സ്പീഡ് കുറച്ചാല് വൈകുന്നേരം അവിടെ എത്തൂല. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതേ സ്പീഡ് പോയാല് ഉച്ചക്ക് പരലോകത്തെത്തൂ. നീ സ്പീഡ് കുറക്കുന്ന അവൻ കുറച്ചില്ല. റളിയല്ലാഹു അൻഹു പറയാണ്, സ്പീഡ് ഇങ്ങനെ ഓവർ, കുതിരങ്ങ് പോവാണ്. ഞാനിങ്ങനെ നോക്കുമ്പോ കാടും മലയും കുന്നെല്ലാം ഇങ്ങേക്ക് വരുന്നു. അതങ്ങനെ തന്നെയല്ലേ ഉണ്ടാകില്ലേ. ബസ് കയറിയിട്ട് ടൗണിൽ പോകുമ്പോ ടൗണെത്താകുമ്പോ ബസ് ഇങ്ങനെ നോക്കുമ്പോൾ ടൗണെല്ലാം ഇങ്ങേക്ക് പോകും. ചില പൊട്ടന്മാർ ആടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് ഇങ്ങേക്ക് കയറും. ടൗൺ ഇങ്ങ് പോയി നട്ട്. അത് ഭൂമിയുടെ പ്രകൃതി അങ്ങനെയാണ്, പ്രകൃതിയുടെ അവസ്ഥ അങ്ങനെയാണ്. കാടും മലയും കുന്നെല്ലാം ഇങ്ങേക്ക് അത്ര സ്പീഡിലാണ് പോണത്. സത്യത്തിൽ ഞാൻ കണ്ണുപൂട്ടി അവിടെ ഇരുന്നു. കുതിരയുടെ കടിഞ്ഞാൻ രണ്ടും ബന്ധിച്ച് അവൻ നിയന്ത്രിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അവസാനം ഒരുപാട് ഓടിയിട്ട് തളർന്നു. എവിടെയോ കുതിര പോയി നിന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് തിരക്ക് പിടിച്ചൊരു അങ്ങാടി, ഒരു ടൗണാ, ചെറിയ കൊച്ചു ടൗണാണ്.
തിരക്ക് പിടിച്ചതാണ്. പക്ഷെ കടകളൊന്നും തുറന്നിട്ടില്ല, എല്ലാ കടകളും ബന്ധാണ്. ജനങ്ങൾ 4 വഴിക്കൊന്നും നടക്കുന്നുണ്ട്. അതിനിടയിൽ ചില പെൺകുട്ടികള് തലയിൽ വലിയ കൊട്ട ചുമന്നിട്ട് ആ കൊട്ടയിൽ പൂക്കൾ നിറച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഒരു കൊട്ട പൂമെടുത്ത് തരുണികളങ്ങാടിയിലൊരുമിത്ത് ഇതു കണ്ട് ഉമറിൻ കൽബിൽ സന്തോഷം പൂത്ത്. ഉത്സാഹം പൂമുഖത്തുണ്ട്, ഉത്സവമെന്തോ നാടിതിലുണ്ട്. ഉത്തരമായി പെണ്ണ് പറഞ്ഞു മത്സരമുണ്ടെന്ന്. നല്ലൊരു മുല്ല പൂക്കൾ കൊരുത്ത മാലയ്ക്കുണ്ട് സമ്മാനം. മുല്ലമലർ മണി ബീബി ഉമൈമ നൽകും സ്വർണം സമ്മാനം. നല്ലൊരു മുല്ല പൂക്കൾ കൊരുത്ത മാലയ്ക്കുണ്ട് സമ്മാനം. മുല്ലമലർ മണി ബീബിയുമൈമ നൽകും സ്വർണ്ണ സമ്മാനം. ഒരു കൊട്ട പൂവുമിത്ത് തരുണികളങ്ങാടിയിലൊരുമിത്ത് ഇതു കണ്ട് ഉമറിൻ കൽബിൽ സന്തോഷം പൂത്ത്. ഉത്സാഹം പൂമുഖത്തുണ്ട്, ഉത്സവമെന്തോ നാടിതിലുണ്ട്. ഉത്തരമായി പെണ്ണു പറഞ്ഞു മത്സരമുണ്ടെന്ന്. ഒരു കൊട്ട പൂവ് കൊടുത്ത്, ഇത് പൂവില്ലാണ്ട് ബക്കറ്റ് കൊടുത്തിട്ട് വന്നേ. ഈ ബക്കറ്റ് ഞങ്ങളുടെയൊക്കെ വരികയാണ് ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ ആരാ ജില്ല ഞാൻ കൊണ്ടുപോകണോ? ഇവൻ തന്നെ വരുന്നു. നീങ്ങ് വാ, കയറി വാ. നീ വാങ്ങ, നിന്റെ പേരെന്ത്? ഷിയാസ്. നല്ല മോൻ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 7. അൽഹംദുലില്ലാ. മദ്രസയിലാ, സ്കൂളിൽ 10-ലെത്തിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഷിയാസ് 17ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അതെ, 10ലും 7ലും. അപ്പോൾ ഈ മോൻ വരുമ്പോൾ ഒന്നും പറയുന്നില്ല ഷിയാസേ, നീ വല്ല വിട്ടോ. അൽഹംദുലില്ലാ. തൊപ്പിയിൽ ഇട്ടൂടെ എനിക്ക്? ഇതാ തൊപ്പി ഇട്ടൂടെ? അവന് ആൾ വന്നിട്ടുണ്ട്. ഷിയാസ് എല്ലാവരോടും വാങ്ങിക്കോ, ഇവ കാണിക്കണ്ട, കിട്ടൂല. എല്ലാവരും പരമാവധി സഹായിക്കാൻ സഹകരിക്കാൻ ഇൻഷാ അല്ലാഹ്. ഒരുപാട് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ശംസുൽ ഉലമ ഇസ്ലാമിക് സെൻറ്റർ. അതുകൊണ്ട് തന്നെ ഭരിച്ച ഉത്തരവാദിത്തങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇൻഷാ അല്ലാഹ് സഹായിക്കാൻ സഹകരിക്കും. സദക്ക വേഗം കൊടുത്തേ എല്ലാവരും. നമുക്കെല്ലാവരും ജമാഅത്തായിട്ട് പോകണ്ടല്ലേ? എല്ലാവരും നാട് വിട്ട് പോകാൻ ഒരുങ്ങിയിട്ട് നിൽക്കുന്നു. കൊടുത്തോ, ഒഴിവാക്കിക്കോ. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അബ്ദുല്ലാഹിബിൻ ഷെഹ്റ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുല്ലാഹിബിൻ ഷെഹ്റ ഞാൻ ഒരു പട്ടണത്തിലെത്തി, ഒരു ടൗണിലെത്തി. തിരക്ക് പിടിച്ച ടൗണാണെങ്കിൽ കടകളൊക്കെ അടഞ്ഞു കിടക്കാണ്. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ചില പെൺകുട്ടികൾ തലയിൽ കൊട്ടയിൽ പൂക്കൾ ചുമന്ന് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഉമറേ കുറച്ച് ഇറങ്ങി നടക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ കുതിരപ്പുറത്ത് ഇറങ്ങിയപ്പോഴാണ് സംഗതി മനസ്സിലാക്കുന്നത്. വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മാസങ്ങളോളം പട്ടിണി കിടന്ന മനുഷ്യനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാസങ്ങളോളം പട്ടിണി കിടന്ന മനുഷ്യനാണ്. പച്ചവെള്ളം കുടിക്കും വൈകുന്നേരം, രാവിലെ നോമ്പ് വെക്കും, രാത്രി ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, പിന്നെയും വെള്ളം കുടിക്കും. അതേ വെള്ളത്തോട് രാവിലെ പിന്നെയും നോമ്പ് വെക്കും. എത്ര കാലം അങ്ങനെ നോമ്പ് നോക്കിയ മനുഷ്യനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പറയണം, വിശന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അബ്ദുള്ള വിളിച്ചു, അബ്ദുള്ള നിനക്ക് വിശക്കണുണ്ടോ? വിശപ്പുണ്ടോന്നോ? അതുണ്ട്. ഭക്ഷണം എവിടെ നിന്ന് കിട്ടാനാ? എവിടെ നിന്ന് കിട്ടാനാ? എല്ലാ കടകളും പൂട്ടിയിട്ടല്ലേ, എവിടെ നിന്ന് കിട്ടും? ഒരു കാര്യം നമുക്ക് ഏതെങ്കിലും പുരയിൽ കയറി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പുരയിൽ കയറി. അവിടെ കണ്ടൊരു പെണ്ണിനോട് ചോദിച്ചു, താത്ത കുറച്ച് ഭക്ഷണം തരുമോ? പെണ്ണുങ്ങളെ ചോദിക്കുന്നതിന് മറുപടി ഭക്ഷണം ഒന്നും ഇല്ല, പോകാൻ പറഞ്ഞു. ആ പോവാ. ഓ എൻ്റെ മോ.
അടുത്ത വീട്ടിൽ കയറി, താത്ത കുറച്ച് ഭക്ഷണം തരുമോ? ഭക്ഷണം ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഇന്നുണ്ടാക്കിയാൽ വേണ്ട, ഇന്നലെ ഉണ്ടാക്കിയാൽ, മിഞ്ഞാന്ന് ഉണ്ടാക്കിയാൽ, കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി അഡ്ജസ്റ്റ് ആക്കാം. ഒന്നുമില്ല, കുറച്ചുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി, അതും തിന്നിട്ട് എൻ്റെ കെട്ടിയാൻ പോയി എന്ന് പറഞ്ഞു. നല്ല കെട്ടിയാൻ തന്നെ. അങ്ങനെ ഓരോ പൊരലും എവിടെ നിന്ന് കിട്ടിയില്ല. അവസാനം ഒരു വയസ്സായ ഉമ്മാമ ഒരു പൊരനെ മുറ്റത്ത് നിൽക്കുന്നു. ഈ വയസ്സായ പെണ്ണുങ്ങൾക്ക് ബേന്തായ തോന്നും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി, ഉമ്മാമ കുറച്ച് കഞ്ഞി തരുമോ? കഞ്ഞിയില്ല, കുഞ്ഞി വിട്ടോ. അപ്പൊ അബ്ദുള്ള ചോദിച്ചു, ഉമ്മാമ കുറച്ച് കഞ്ഞി തരുമോ? എടാ, കഞ്ഞി ഉണ്ടാക്കാൻ സമയമില്ല മോനെ. ഈ നാട്ടിലെ ഒരു പെൺകുട്ടികളും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കൂല. എന്താ കാരണോ ആ കൊട്ടയിൽ പൂവ് കണ്ടോ? ഇന്ന് ഉമൈമാന്റെ കല്യാണല്ലേ, അതുകൊണ്ട് ഉമൈമാന്റെ കല്യാണത്തിന് പൂവ് കൊണ്ട് പൂമാല ഉണ്ടാക്കണം. പൂമാല കൊണ്ടുപോയി ഉമൈമാക്ക് കൊടുത്താൽ ഏറ്റവും നല്ല മാലക്ക് സ്വർണ്ണം സമ്മാനം കിട്ടും. അപ്പൊ ഈ നാട്ടിലെ സകല പെണ്ണുങ്ങളും മാല ഉണ്ടാക്കുന്ന പണിയിലാണ്. ഇന്ന് ഒരു പെണ്ണും ഭക്ഷണം ഉണ്ടാക്കൂല. അവർക്ക് വേണ്ടതിൽ ഇന്നലെ ഉണ്ടാക്കി വെച്ചിന്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും തിരുവും ചെയ്യില്ല. അതുകൊണ്ട് നടന്നിട്ട് ഇവിടെ ഇപ്പൊ മാല ഉണ്ടാക്കണമെങ്കിലും കഞ്ഞി ഉണ്ടാക്കണം ഞാൻ ഒരു പെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് മാല ഉണ്ടാക്കണം ശരിയാവില്ല. അപ്പൊ അബ്ദുള്ള പറഞ്ഞു, മാമ ഒരു കാര്യം ചെയ്യും, വിശന്നിന് നടക്കാൻ പറ്റുന്നില്ല, കുറച്ച് കഞ്ഞി ഉണ്ടാക്കിത്താ. മാല ഞങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട്. ഉമ്മാവ രണ്ടിനെയും നോക്കി, വിശക്കുന്ന കുട്ടികളുടെ ചെറുപ്പക്കാരിലേക്ക് കണക്കൂട്ടിയിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ മാല നിങ്ങൾ ഉണ്ടാക്കി, കഞ്ഞി ഉണ്ടാക്കി തരാറ്. ഉമ്മാമ അകത്തേക്ക് പോയി. ഉമർ റളിയല്ലാഹു ഞങ്ങളെ കോലയിൽ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ ഈ പൂവ് എടുത്തിട്ട് നിലത്ത് ഇങ്ങനെ കൊട്ടയിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാടാ പാവം ഉമ്മാനെ പൂവ് കളിയുന്നു, കഞ്ഞി ഉണ്ടാക്കിയിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാല ഉണ്ടായിക്കോട്ടില്ലേ. അപ്പം പറഞ്ഞു, മനുഷ്യനായ പറഞ്ഞ വാക്ക് പാലിക്കണം. മാല ഉണ്ടാക്കാം, കഞ്ഞി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ കഞ്ഞി ഉണ്ടാക്കാൻ പോയി. നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ മനുഷ്യന്മാരാ. അപ്പോൾ നിങ്ങളെങ്ങാണ്ടിരിക്കും, ഞാൻ ഉണ്ടാക്കാൻ തോന്നും. മുറന്നാനോ ഞാൻ ഇറങ്ങാണ്ടിരുന്നു. കുറച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇപ്പം മാല ഉണ്ടാക്കാണ്. പെണ്ണുങ്ങൾ എല്ലാ സാധനം കൊണ്ട് വെച്ചിട്ട് പൂവുണ്ട്, നൂലുണ്ടൊക്കെ ഉണ്ട്. ഈ നൂലിൽ പൂവ് ഒരു പ്രത്യേക ആംഗിളിലാണ് കിട്ടുന്നത്, ഒരു പ്രത്യേക മോഡലിലാണ്. സാധാരണ പരമ്പരാഗതമായി റോമുകാരുണ്ടാക്കുന്ന മോഡലേ അല്ല മാല. മാലയുടെ 2 ഭാഗവും റെഡിയാണ്, താലി ഒഴിവാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, എടാ നീ ആ താലി കൂടി ഉണ്ടാക്ക്, ബെസ്റ്റ് മാലയാണ്, ഈ ഉമ്മാക്ക് ഫസ്റ്റ് ഉറപ്പാ. അപ്പൊ പറയും, താലി അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, പണിയുണ്ട്. എന്താന്ന് വെച്ചു അവിടെ ഇരിക്കാൻ ഉണ്ടാക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ ഇവനൊരു തോൽ കഷ്ണം കൊണ്ടുവന്നു, ഒരു തോലിന്റെ കഷ്ണം പുറത്തുനിന്ന് പോയിട്ട് കൊണ്ടുവന്നു. എന്നിട്ടൊരു എഴുത്താണി ഉണ്ടാക്കി. എഴുത്താണി എന്ന് പറഞ്ഞാൽ ഈ കലമുണ്ടാക്കല്ലേ, ഈ കൊള്ളിക്കഷ്ണത്തോട് ഇങ്ങനെ ചെത്തിയിട്ട് പഴയ കാലത്തെ ഉസ്താദന്മാർ ഇങ്ങനെ ബസ് ചെയ്ത് നട്ടിട്ടില്ലേ, മഷി മുക്കിയിട്ട്, അത് ആ സാധനം അതുണ്ടാക്കിയിട്ട് നല്ല കൂർത്ത മുനയുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ഈ തോലിൽ എന്തോ അമർത്തി എഴുതാണ്. ഞാൻ ആ എഴുത്ത് പോയി നോക്കി, എന്താ പിന്നെ എഴുതുന്നു നോക്കി. അതൊരു കത്താണ്. ആ കത്തിന്റെ ആശയം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഉമൈമ, എന്റെ കരളെ, എന്റെ ലിവറെ, എന്റെ മയിലേ, എന്റെ കുയിലേന്ന്. അതാണ് കത്ത്. പാടും കുയിലേ, കൽവിനൊളിവേ, സഖിയേ അകന്ന് പോയോ, എല്ലാം മറന്നോ, നീയും വെടിഞ്ഞോ, എന്നെ വെറുത്തോ, ചൊല്ലോ ഉമൈമ. കുഞ്ഞായ നാളിൽ നമ്മളൊന്നു ചേർന്നിരുന്നില്ലേ, കരളായ മോളെ അച്ചാരമണ്ണ് വെച്ചില്ലേ. ആ കരാറിന്നു നിന്റെ ബാപ്പ തെറ്റിച്ചോ മോളെ, ആശകൾ തന്നു നിങ്ങൾ എന്നെ പറ്റിച്ചോ. എല്ലാം മറന്നോ, നീയും വെടിഞ്ഞോ, എന്നെ വെറുത്തോ, ചൊല്ലൂ ഉമൈമ. പ്രിയപ്പെട്ട ഉമൈമ, എന്നെയും നിന്നെയും ജീവിതത്തിൽ ഒന്നാക്കി ചേർക്കാൻ നമ്മുടെ 2 പിതാക്കന്മാരും പണ്ടൊരു കരാർ എഴുതി. ആ കരാർ നിന്റെ ബാപ്പ ലംഘിച്ചു, എന്റെ ബാപ്പ മരിച്ചു. ആ കരാർ ലംഘിച്ചിട്ട് നിന്റെ കല്യാണം നടത്താനും നിന്റെ ഉപ്പാന്റെ തീരുമാനം. ആ കരാർ ലംഘനത്തിന് എന്റെ പെണ്ണെ നീ കൂട്ടുനിന്നിട്ടാണ് ഈ കല്യാണം നടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഉമൈമ നിന്റെ കല്യാണം നടക്കൂല. കല്യാണ പന്തലിൽ വരുന്നവന്റെ തലവെട്ടിയെടുത്തിട്ട് കൊട്ടാരമുറ്റത്ത് തോരണമാക്കി തൂക്കാൻ നിന്റെ പഴയകാല കളിക്കൂട്ടുകാരൻ അബ്ദുല്ലാഹി ഇബ്നു ശഹറ നാട്ടിലെത്തിയിട്ടുണ്ട്. മൂർച്ചയുള്ള വാള് കൂടെയുണ്ട്, ജാഗ്രത. ഇതാണ് കത്ത്. ഇതിങ്ങനെ പ്രത്യേകം ചുരുട്ടിയിട്ട് അതിന്റെ ചുറ്റും പൂവലം വെച്ച് കെട്ടിയിട്ട് അടിപൊളി താലിയാക്കിയിട്ട് മാലയിൽ ഫിറ്റാക്കി. എന്നിട്ട് ആ കൊട്ടയിൽ വെച്ച് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാമ കഞ്ഞിയായിട്ട് വന്നു. കഞ്ഞി ഇങ്ങനെ പിടിച്ചിട്ട് വെച്ച്, മക്കളെ നിങ്ങൾ നമ്മളെ പറ്റിച്ച് മാല ഉണ്ടാക്കുക, കഞ്ഞി ഉണ്ടാക്കുന്നിട്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കി, മാല ഉണ്ടാക്കുന്ന ലക്ഷണം പോലും കാണുന്നില്ലല്ലോ. അബ്ദുള്ള പറഞ്ഞു, ഉമ്മാമ ബേജാറാവേണ്ട, മാലയെല്ലാം നേരത്തെ റെഡിയായി, എന്തിനാ മോനെ വയസ്സാങ്കാലത്ത് തന്നെ പിരാന്താക്കുന്നത്. അല്ല ഉമ്മാമ സത്യ, നിങ്ങൾ കഞ്ഞി വെച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. ഉമ്മാമ കഞ്ഞി അവിടെ വെച്ച് കുറച്ചൊക്കെ നീക്കി. അപ്പൊ ഈ കൊട്ടയൊക്കെ തള്ളിക്കൊടുത്തു, നോക്കാറ്. അത് കൊട്ട തള്ളിക്കൊടുത്തു. ഉമ്മാമ 2 കൈ ഇട്ടിട്ട് അതിന് 2 അറ്റത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞു, അഴകേറും പൂമാല കണ്ടാവും
അതുമായ രമന തന്നിലേക്കായി തിരിച്ച് ബീബിയുമൈമത്തിൻ മുന്നിലായി അതു വെച്ച് ബീരീടത്താലെ എടുത്തതിൽ കേമം പൊങ്കിച്ച് അഴകേറും പൂമാല കണ്ടാവും സന്തോഷിച്ച് അതുമായ രമന തന്നിലേക്കായി തിരിച്ച്. ഈ മാല എടുത്ത് പോകുമ്പോ ഉമ്മാമ്മ ചോദിച്ചു, മക്കളെ ഫസ്റ്റ് കിട്ടോ? മിക്കവാറും കിട്ടും, കിട്ടേണ്ടതല്ല അതിൻ്റെ അകത്തുണ്ട് പറഞ്ഞു. ഉമ്മാമ്മ പോയി ആ കൊട്ടാര മുറ്റത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ മാലയും കൊണ്ട് നിൽക്കുന്നു. ഉമ്മാമ്മ ബേക്കെന്ന് പറഞ്ഞ് പിള്ളേർക്കൊന്ന് വേറെ പണിയിൽ വെച്ചു. എന്നിട്ട് ബേക്കിൽ പോയി അവിടെ നിന്നു. ഉമൈമയും കൂട്ടുകാരിയും പുറത്തിറങ്ങി. മാല പരിശോധന ആരംഭിച്ചു. ചില നല്ല മാല കണ്ടപ്പോൾ ഉമൈമ കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഇതിന് ഫസ്റ്റ് കൊടുത്താലോ? അവിടെ ഒന്നും ആയിട്ടില്ല, അവൻ കുറച്ചും കൂടി നോക്കാന്നാണ്. നോക്കി ഉമ്മാമാന്റെ പൂമാലിൻ്റെ അടുത്തെത്തി. ഉമ്മാമാന്റെ മാല കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറം നോക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഒരൊറ്റ ഓട്ടം ഉമൈമ അകത്തേക്ക് കൂടെ മറ്റോളുകൂടി അകത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കി, എടാ അടിപൊളി മാലടി എന്ന് പറഞ്ഞു. മറ്റുള്ള കഴുത്തിലിട്ട് കൊടുത്തു ഉമൈമ, കൂട്ടുകാരുടെ കഴുത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, സൂപ്പർ സാധനം, വയസ്സായ തള്ള ഉണ്ടാക്കിയത്, അടിപൊളി സാധനം. ഇതിന്റെ പൂവെങ്ങനെയാ നൂലിൽ കോർത്തത്? പൂവെങ്ങനെ നൂലിൽ കോർത്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൂവിങ്ങനെ പിടിച്ചിങ്ങനെ നോക്കുകയാണ്. അതിൻ്റെ ഇഴ ഇങ്ങനെ നോക്കിയിട്ട് താലി വേറെ സ്റ്റൈലാണ്. താലി അടിപൊളിയാടി എന്നിട്ട് ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചു. മറ്റുള്ള കഴുത്തിൽ ആ മാലയുള്ള ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞാടി ഇത് കണ്ടടി, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു തോല് വെറുതെ മടക്കി വെച്ചിട്ട് ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് അത് ഇല്ലെങ്കിൽ രസമുണ്ട്, അതെന്താ ചിലപ്പോൾ ഭ്രാന്ത് അവിടെ വെച്ചത്. അപ്പം മറ്റോള് പറഞ്ഞു അത് വലിക്കുകയായിരുന്നു. പൊട്ടിപ്പോയാലോ? വെപ്പ് കണ്ടിട്ട് പൊട്ടെന്ന് തോന്നില്ല, വലിച്ചോക്കാറുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു, മെല്ലെ ഒരറ്റം പിടിച്ച് ഉമൈമ ഈ തോലിൻ്റെ ഒരറ്റം ഇങ്ങനെ പൊന്തി കിടക്കണം. അത് അറ്റം ഇങ്ങനെ കൃത്യമായിട്ട് അബ്ദുള്ള വെച്ചതാ. ഇങ്ങനെ വെച്ചിട്ട് ഒരറ്റം പൊന്തിച്ച് വെച്ച് ആ അറ്റം ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചപ്പോൾ ഇതിങ്ങനെ നിവർന്ന് വന്ന് പൊന്തി ഫുള്ളായിട്ട് വന്നപ്പോൾ ഇവള് പറഞ്ഞു, എടി ഇതൊരു എഴുത്താന്ന് പറഞ്ഞു. എന്നാ വായിക്കടി എന്ന് പറഞ്ഞു. താലി അങ്ങ് വിട്ടിട്ട് ഇവിടെ കുറച്ചുകൂടി നിർത്തിയിട്ടാണ് വായന തുടങ്ങി. മുത്തല്ലേ തേനല്ലേ കണ്ണിൻ കരളെ മുന്തിയ വടാനി തെറ്റിച്ചോ മോളെ, മാലും മുതൽ കുറഞ്ഞിയുള്ളോ നീളെ നാടു നടന്നു നിന്റെ കാര്യമറിഞ്ഞു. നിനക്കു വന്ന തിരുകല്യാണം നടക്കുമെങ്കിലറിയൂ, വിലവയ്ക്കില്ല ഒരുത്തനെയും ഉടവാൾ നീട്ടിയറിയും. വഴിവക്കിൽ തൂക്കിടും തോരണം തലകളാണെന്നറിയൂ, പൊഴിയല്ല ഞാനിതു ചെയ്യാനായി ഇവിടെയുണ്ടെന്നറിയൂ. പെരുഷപ്പെട്ട ഉമൈമത്തെ നീ അറിഞ്ഞിടുവാൻ എഴുതാം. തിരിശക്കനീബിനുഷിറ വ്യഥയിൽ ചാലിച്ചെഴുതാ. ഉമൈമാക്ക് അബ്ദുൽ എഴുതിയ കത്താണ്. ഈ കത്ത് വായിച്ച ഉടനെ കത്താണ്ട് ചുരുട്ടി പിടിച്ചിട്ട് മാല വാങ്ങിയിട്ട് ആ പെണ്ണിനോട് പറഞ്ഞ ഉമ്മാമാനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു. ഇവിടെ ഓടിപ്പോയി, ഉമ്മാമോ വാ 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 വാ, ഉമ്മാമ്മ ഫസ്റ്റ് കിട്ടിയാ? ആ മിക്കവാറും കിട്ടും, കിട്ടേണ്ടത് നമുക്ക് കിട്ടി, വേം പറഞ്ഞു. ഉമ്മാമ അകത്ത് കയറി, മോളെ ഉമ്മേമ ആ ഫസ്റ്റ് എനിക്കാ? ആ ഫസ്റ്റ് ഉമ്മാമക്കാണ്. പക്ഷെ ഉമ്മാമ ഒരു കാര്യം ചെയ്യണം. എന്തേ? സംഗതി സത്യം പറയണം. ആ എന്താ? ആരാ മാല ഉണ്ടാക്കിയേ? ഞാൻ തന്നെ. ഉറപ്പാ? ആ ഉറപ്പല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആ നീ പോയിട്ട് മറ്റുള്ളവരോട് ഇവള് പറയാം, ഉമ്മേമ നീ പോയിട്ട് ഒരു കൊട്ട പൂവെടുത്തിട്ട് വാ. ഉമ്മാമ ചെന്തിന്? എന്നിട്ട് ഉമ്മാമ ഈ മുറിയിൽ കുത്തിയിരുന്നിട്ട് ഇതുപോലത്തെ ഒരു മാല ഉണ്ടാക്കി തരണം. ഉമ്മാമ കുടുങ്ങി. ഉമ്മാമ ഇങ്ങനെ നിന്ന്, അല്ല അത് പിന്നെ ഞാൻ വേഗം പോയിട്ട് പുരയിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വേണ്ട, ഉമ്മാമ ഇവിടെ നിന്ന് ഉണ്ടാക്കണം. ഉമ്മാമ പറഞ്ഞല്ല മോളെ അത് ശരിയാവില്ല പറഞ്ഞു. പുരയിന്ന് അതിൻ്റെ റേഞ്ച് കിട്ടും എന്ന് പറഞ്ഞു. അല്ല നമുക്ക് എന്താ റൂമിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട്. അല്ല അത് ശരിയാവില്ല പറഞ്ഞു. സത്യം പറ ഉമ്മാമ. ഉമ്മ പറഞ്ഞു സത്യം പറഞ്ഞ ഫസ്റ്റ് പോവോ? ഫസ്റ്റ് ഉറപ്പിച്ച് ഇനി അതിന് ബാക്കി അപ്പീലില്ല, കാര്യം പറയാറുണ്ട്. അന്നേരം പറഞ്ഞു എന്നാ മോളെ ഇന്ന് ഉച്ചയ്ക്ക് 2 ചെറുപ്പക്കാരൻ്റെ പുരയിൽ വന്ന് വിശക്കണ കുട്ടികളാണ്. അവർ കഞ്ഞിക്ക് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ മാല ഉണ്ടാക്കണം, കഞ്ഞി ഉണ്ടാക്കാൻ നേരില്ലാറ്. അപ്പോൾ അവർ പറഞ്ഞ മാല ഞങ്ങൾ ഉണ്ടാക്കാം, അമ്മ കഞ്ഞി ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചെറുപ്പക്കാരല്ലേ, വിശക്കുന്ന മക്കളില്ലേ എന്നാണ് കൂട്ടിയിട്ട് ഞാൻ മാല കഞ്ഞി ഉണ്ടാക്കാൻ പോയപ്പോൾ ആ കൂട്ടത്തിൽ ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരനുണ്ട്, വെളുത്തെ. ആ സാധനമാണ് ഈ മാല ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉമ്മയമ്മ ചോദിച്ചു, ഉമ്മാമ്മക്ക് ആ ചെറുപ്പക്കാരനെ കണ്ട് പരിചയമുണ്ടോ? ഇല്ല മോളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തേ? അല്ല ഉമ്മാമ്മക്ക് നല്ല പരിചയമുള്ള ആളാത് എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു അതാര്? ഉമ്മാമ നിങ്ങൾ ചെറുപ്പത്തിൽ നല്ല പ്രായത്തിൽ നിങ്ങൾ കൊട്ടാരം അടിച്ചു തെളിക്കാൻ വേണ്ടി വന്ന നല്ല ബാല്യക്കാരി പെണ്ണല്ലേ നിങ്ങൾ? അതെ.
അന്ന് നിങ്ങൾ ഇതൊക്കെ അടിച്ചു തെളിച്ചിട്ട് എവിടെയെങ്കിലും വിശ്രമിക്കാണ്ടിരുന്നാൽ നിങ്ങളെ മടിത്തട്ടി കയറി കുത്തിയിരുന്നിട്ട് കളിക്കുന്ന ഒരു പെണ്ണിന് ഓർമ്മ ഉണ്ടോ? മാമ ഒറ്റ അടി, നീയല്ലേ പെണ്ണ്? അത് ഞാനാണ്. ഞാൻ നിങ്ങളെ മടിയിൽ കയറി ഇരിക്കുന്ന കണ്ടാൽ എന്നെ കുറിച്ച് തള്ളി അപ്പുറത്തിട്ട് അവിടെ കയറി ഇരിക്കുന്ന ഒരു ആൺകുട്ടിനെ ഓർമ്മ ഉണ്ടോ? അത് നമ്മളെ മന്ത്രി ഷീറ, മരിച്ച മന്ത്രിയുടെ ആ നാട് വിട്ട ചെക്കൻ അബ്ദുള്ള. എന്താ എന്നാലും മാമ നിങ്ങളുടെ പോരെ കുത്തിയിരുന്നിട്ട് ഈ മാല ഉണ്ടാക്കിയത് അബ്ദുള്ള ഇബ്നു ഷീറയാണ്. എനിക്കങ്ങനെ മനസ്സിലായി. ആ കത്ത് എന്റെ റബ്ബേ അതിന്റെ അകത്ത് അതും ഉണ്ടായിന. മാമ എന്തേ നിങ്ങളിപ്പോ എന്റെ കഥ അറിയോ? എന്നാ എനിക്ക് 2 മാപ്പള. ഉമ്മാമ്മ പറഞ്ഞു നിന്റെ ഭാഗ്യം, എനിക്കൊന്നുമില്ല. ഏതാ 2? ഇന്ന് രാത്രി കല്യാണം കഴിക്കാൻ വരുന്നത്, ഇത് പണ്ട് കരാർ ചെയ്താണ്. ഞാനിപ്പോ ശൈത്താനും കടലിൽ നിന്നും എടുക്ക. ഉമ്മാമ്മ പറഞ്ഞു ഞാനിപ്പോ അതിന്റെ കരക്കാ. അബ്ദുള്ള കത്തെഴുതിയിട്ടുണ്ട്. ഉമ്മാമ കല്യാണ പന്തൽ വരുന്നവനെ തല വെട്ടിയിട്ട് തൂക്കും. 1-2 ചിലപ്പം വെട്ടു. പിന്നെ അവന്റെ തല എൻ്റെ ഉപ്പാന്റെ പട്ടാളക്കാർ വിട്ടു. ഞാൻ കാരണം ഒരു മനുഷ്യ കുഞ്ഞും മരിക്കാൻ പാടില്ല. ഒരു പ്രശ്നം ഈ നാട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല. ഒരാളുടെ ചോരയും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഉമ്മാമ ഒരു കാര്യം ചെയ്യണം. എന്താ? ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. അത് കൃത്യമായി ഉമ്മാമ അബ്ദുള്ള ഇബ്നു ഷൈഖിനോട് പോയിട്ട് പറയണം. ഉമ്മാമ ചോദിച്ചു എന്താ ഞാൻ പറയേണ്ടത്? നീ എന്നോട് പറഞ്ഞതാ. ഉമ്മയമ്മ പറഞ്ഞതാ, ഇത് പോയിട്ട് പറ. ചെന്നു പറയണമുമ്മ, ഞാൻ പറഞ്ഞിടാമുമൈമ, ഒന്നുമേ അറിഞ്ഞതില്ല എന്നരുളേണേ എന്നരുളേണേ. കൊല്ലുമേൽ പൊറുത്തിടുക, നല്ലതിനായി കാത്തിടുക, ചൊല്ലിടാമൊരു പണിഞ്ഞ വാർത്ത കേൾക്കണേ, വാർത്ത കേൾക്കണേ. ഇന്നിരവിൽ ഞാൻ കുളിക്കാൻ വന്നിടും കുളക്കടവിൽ, നാരിമാർക്കിടയിൽ മുന്നിരുന്നൂറ് പിന്നിരുന്നൂറ്. ഇന്നിരവിൽ ഞാൻ കുളിക്കാൻ വന്നിടും കുളക്കടവിൽ, നാരിമാർക്കിടയിൽ മുന്നിരുന്നൂറ് പിന്നിരുന്നൂറ്. കൊല്ലുമേ പൊറുത്തിടുക, നല്ലതിനായി കാത്തിടുക, ചൊല്ലിട ഒരു പണി ഞാൻ വാർത്ത കേൾക്കണേ, വാർത്ത കേൾക്കണേ. അതെ, അബ്ദുള്ളയോട് പോയിട്ട് പറയണം ഇന്ന് രാത്രി സന്ധ്യക്ക് ശേഷം ഞാനും അവനൊക്കെ പണ്ട് കുളിച്ചൊരു കുളമുണ്ട് അങ്ങാടിയിൽ. ആ കുളത്തിൽ ഇന്ന് കല്യാണ പെണ്ണിന്റെ നീരാട്ടിന് വരും. ഞാൻ അവിടെ നിന്ന് കുളിക്കാം. എന്റെ മുന്നിൽ 200 പെൺകുട്ടികളുണ്ടാവും, ബാക്കിലും 200 പെൺകുട്ടികളുണ്ടാവും. മൊത്തം 400 പെൺകുട്ടികളുടെ മധ്യത്തിൽ ഞാനുണ്ടാവും. പോണ വഴിക്ക് കുറ്റിക്കാടാണ്. അവനോട് അവിടെ വന്നിരിക്കാൻ പറ. പോകുമ്പോഴോ വരുമ്പോഴോ എപ്പോഴാണോ അവന് സൗകര്യം എന്നെ വിളിക്കാൻ പറ. ഞാൻ അവന്റെ കൂടെ പോയിക്കോളും. അല്ലാണ്ട് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അവന്റെ തല പോവും, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു ഞാൻ ഇത് പോയിട്ട് പറയാം. ഫസ്റ്റ് എനിക്കല്ലേ? അതെ, കൊണ്ട സമ്മാനം സ്വർണം കൊണ്ട. ഉമ്മയും പറഞ്ഞ് അത് വയ്യ തരാം, രാത്രി തരാം. എന്ത് രാത്രി തരാം? നീ ഒളിച്ചോടാൻ തീരുമാനിച്ചതിലെ കൂടി വയ്യ ഗുൽമാൻ ആരെയും തരിക വേഗം കൊണ്ടാറ്. പൈസയും വാങ്ങി ഉമ്മാമ, അല്ല സ്വർണം വാങ്ങി ഉമ്മാമ പോയി. വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോൾ ഇവർ കഞ്ഞിയും കുടിച്ച് റാഹത്തിലിരിക്കുന്നു. മാമ ഫസ്റ്റ് കിട്ടിയോന്ന് വെച്ചു. ഫസ്റ്റ് എടുക്കട്ടെ കുട്ടികളെ, തട്ടിക്കൊണ്ട് പോകാൻ വന്നതാ അല്ലേ? ഇവര് ചാരെ ഇങ്ങളെ എന്തിന് ഷോക്കേസിൽ വെക്കാനാ? ഉമ്മാമ പറഞ്ഞ് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് അബ്ദുള്ളാനോടാന്ന് പറഞ്ഞു. അബ്ദുള്ള ഞെട്ടിപ്പോയി. എന്റെ പേര് ഉമ്മാമ എങ്ങനെ പഠിച്ചേന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു നീ എന്താടാ പെണ്ണിന് കത്ത് എഴുതിയത്? ഓ എന്റെ റബ്ബെ, കത്ത് പൊട്ടിച്ച് വായിച്ചാ നല്ല പോസ്റ്റ് മേനി. എടാ നീക്കെന്നെ അറിയോന്ന് വെച്ചു. ഇല്ലെന്നു. എന്റെ മടിത്തട്ടിൽ നിന്നിട്ടാ നീ ചെറുപ്പത്തിൽ വളർന്നത്. നിന്റെ കവിൾത്തടത്തിലും നെറ്റിത്തടത്തിലും ഞാൻ എത്ര മുത്തം തന്നിട്ടുണ്ട് എന്ന് വെച്ചു. കുഞ്ഞുമക്കൾക്ക് മുത്തം കൊടുക്കലുണ്ടോ? ഉണ്ടാ ഉണ്ടാ? ഇന്ന് നേരം പോലത്തെ അവനവന്റെ കുട്ടിക്ക് ഞാൻ ചുംബനം കൊടുത്തിന് മുത്തം കൊടുത്തെന്ന് പറയുന്നവരെന്ന് കൈവക്കിയാട്ടെ നോക്കട്ടെ. സത്യം പറഞ്ഞാൽ മതി. 1 2 ഒന്ന് നമ്മളെ ക്യാമറക്കാരനും, ഒന്ന് ബേക്കുന്ന ഒരാൾ, പിന്നെ ഒരു 3 4 5 ഒരു 6 ആളുണ്ട്. 6 ആളുണ്ട്. ഇങ്ങോട്ട് നോക്കാൻ കഴിയുന്നില്ല എനിക്ക്. 6 ആളുണ്ട്. ആണുങ്ങളെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടോ ഇല്ല എന്തായാലും. സ്വന്തം കുട്ടിക്ക് മുത്തം കൊടുത്ത ഒരു 6 ആള്. ബാക്കിയുള്ള കുട്ടിയൊക്കെ മുത്തം കൊടുക്കാൻ പഞ്ചായത്തിൽ നിന്ന് രാവിലെ ആൾ വരും. കാത്തിരിക്കട്ടാ, നല്ല മനുഷ്യന്മാർ. അവനവൻ്റെ കുട്ടിയൊക്കെ പിന്നെ ആരാ മനുഷ്യന്മാരെ മുത്തം കൊടുക്കുക? നിങ്ങളെ കുട്ടിയൊക്കെ വേറെ ആൾ കൊടുക്കണ? നിങ്ങളെ കുട്ടിയൊക്കെ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കേണ്ടത്? രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളെ പിടിക്കേ, രാവിലെ ക്ലാസ്സിൽ പോണ കുട്ടികളെ പിടിച്ച് രാവിലെ തന്നെ നെറ്റിയിലൊരു ചുംബനം കൊടുക്കും. പല്ലിയച്ചിട്ട് കൊടുക്കണേ പിള്ളേർ മദ്രസയിലെത്തൂല, മുറ്റത്ത് ബോധം കെട്ടു കൊണ്ടുപോകും. ചെറിയ മക്കളെ പിടിച്ചിട്ട് ചുംബനം കൊടുക്കുക. നെറ്റിയിൽ ഇവിടെ ചുംബനം കൊടുക്കുക. നെറ്റിയിൽ ചുംബനം കൊടുത്താൽ സ്നേഹത്തിന്റെ ഹോർമോൺ സൃഷ്ടിക്കപ്പെടും കുട്ടികളുടെ ശരീരത്തിൽ.
സ്നേഹത്തിന്റെ ഹോർമോൺ. ചുംബനം കൊടുത്താൽ, ചുംബനത്തിനൊക്കെ ഭയങ്കര സംഭവ. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ചുംബനം കൊടുക്കലല്ല, അത് മറ്റേത് ചുംബന സമരം. അതിന് സ്നേഹത്തിന്റെ ഹോർമോണെല്ലാം സൃഷ്ടിക്കണം. അടുപ്പുറത്ത് അടി കൊടുക്കാറുണ്ട്, അത് വൃത്തികെട്ട പിരാന്താണ്. ചെറിയ മക്കൾക്ക് അവനവന്റെ കുട്ടികളെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് ഇവിടെ ഒരു ചുംബനം കൊടുക്കുക നെറ്റിയിൽ. ഓഫ്, കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും ഉപ്പാനോടും ഉമ്മാനോടും. നാളെ രാവിലെ തുടങ്ങിക്കോ, ഓരോ പുറയിലും ജമാഅത്ത് മുത്തം കൊടുത്തോക്ക് മനുഷ്യന്മാരെ. എന്തൊരു സ്നേഹ. നിങ്ങളെ പെൺകുട്ടികൾ നിങ്ങളെ വിട്ടിട്ട് ഒരു മഹലൂക്കിന്റെ കൂടെയും പോവില്ലേ? അവനവന്റെ പെൺകുട്ടികൾ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടൂല. എന്തുകൊണ്ട്? അവന്റെ ആ പെണ്ണിന്റെ കുടുംബത്തിൽ ബാപ്പയും ഉമ്മയും സ്നേഹം കൊടുത്താൽ. സ്നേഹത്തിനൊരു പ്രശ്നമുണ്ട്, കിട്ടിയെങ്കിൽ കിട്ടുന്നിടത്ത് പോവും. അതുകൊണ്ടാണ് ഒളിച്ചോടുന്നത്. അതുകൊണ്ടാണ് ഒരുത്തൻ കണ്ണു കാട്ടിയാൽ അവന്റെ കൂടെ ബേക്കിൽ പോണത്. അവളുടെ വീട്ടിൽ സ്നേഹം കൊടുത്താലോ, ബാപ്പയും ഉമ്മയും സ്നേഹം കൊടുത്താൽ ആ കുട്ടികൾ പിടിച്ചെടുത്ത് നിൽക്കൂ. കഴുക കണ്ണുമായി കാത്തു നിൽക്കുന്നവനോട് അവളുടെ മനസ്സ് പറയുമത്രേ, നീ പോടാ, നീ കാട്ടുന്ന കണ്ണിറക്കിയ സ്നേഹത്തൊക്കെ 10 സ്നേഹം എന്റെ ബാപ്പയും ഉമ്മയും തന്നിട്ടാ എന്നങ്ങ് വിട്ടത്. അവരെ വിട്ടിട്ട് ഞാൻ നിന്റെ കൂടെ വരൂലാന്ന് പെണ്ണിന്റെ മനസ്സിന്റെ അകത്ത് ഒരു നിർഗളിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരംശം ഉണ്ടാവും. അത് അവളുടെ ശരീരത്തിൽ സ്വമേധയ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഹോർമോണാണ്. ആ ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? പോരേന്ന് മുത്തം കൊടുക്കണം മക്കൾക്ക്. അങ്ങനെ കൊടുക്കണം ചെറുപ്പത്തിൽ. ചെറുപ്പത്തിലും വലുപ്പത്തിലും, വലിയ കുട്ടിയായിക്കോട്ടെ, കുളയിൽ പോന്ന പെണ്ണായിക്കോട്ടെ, പിടിക്കുക, കൊടുക്കുക. ചിലയാൾക്ക് നാണക്കേടാന്ന് എങ്ങനെയാ പോവാന്ന് വിചാരിച്ചിട്ട്. ചില പിള്ളേർ വലുതായിരിക്കും, ഉമ്മ ചെറുതായിരിക്കും, എന്നാലും സ്റ്റൂൾ വെച്ചിട്ട് കൊടുത്തേ. കൊടുക്കീന് നാണക്കേടായിട്ടൊന്നും കാര്യമില്ല. നമ്മളെ മക്കളെ സ്നേഹിച്ചാൽ നമ്മളെടുത്ത് പിള്ളേർ വെക്കൂ. ഇല്ലേ, പിള്ളേർ വൈക്ക് പോവും. സ്നേഹം കൊടുക്കുക, കുടുംബത്തിൽ വീട്ടിൽ സ്നേഹം കൊടുക്കുക, മക്കൾക്ക് സ്നേഹം കൊടുക്കുക, ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് സ്നേഹം കൊടുക്കുക, ഭാര്യമാർ ഭർത്താവിന് സ്നേഹം കൊടുക്കുക, കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുക. സ്നേഹമുള്ളൊരു കുടുംബമാക്കി നമ്മളെ കുടുംബത്തെ മാറ്റുക. ഭയങ്കര സ്നേഹമായിരിക്കണം. ഇപ്പോൾ ഈ മക്കളും ഉമ്മയൊക്കെ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, എന്ത് രസമായിരിക്കും. ഉപ്പ ഒരു ചിരിച്ചിട്ട് വർത്താനം പറയുന്ന ഉപ്പ, മക്കൾക്ക് എന്ത് റാഹത്തായിരിക്കും. ഉപ്പാനെ കാണുമ്പോൾ തന്നെ അല്ലാ ഉപ്പ വരുന്നുണ്ട്. ഈ ഉപ്പാനെ അലാകാക്കിനാരാന്നറിയോ? ഉമ്മയാണ്. ചില പിള്ളേർ കുരുത്തക്കേട് കളിച്ചാൽ ചില ഉമ്മാക്കൊരു വർത്താനുണ്ട്, ഉപ്പ വെട്ടടാ എനിക്ക് കാണിച്ചു തരാം. അപ്പം ചക്ക മനസ്സുകൊണ്ട് വിചാരിച്ച് ഉപ്പ നെരിയാന്ന് വരാണ്ടായിപ്പോട്ടെ. അല്ല, ആരാ ഉപ്പാക്ക് ഇടങ്ങാറാക്കിയത്? ഉമ്മ പറഞ്ഞത് ഉപ്പ വെട്ടടാ എനിക്ക് കാണിച്ചു തരാന്ന്. അപ്പം ചക്കൻ ഉറപ്പായി ഇത് വന്ന ഇവിടെ എന്തെല്ലോ നടക്കാൻ സാധ്യതയുണ്ട്. ചക്കൻ ആത്മാർത്ഥ ഇതുവരക്കും ഉപ്പ വരാണ്ടായിപ്പോട്ടല്ല. വരുമ്പം തന്നെ ചക്കന് ബേജാറായി. എന്താ ഇത് ഉമ്മ പറയാന്നറിയില്ല, എന്താ കാട്ടുകയെന്ന് പറയാൻ കഴിയില്ല. പിന്നെ എവിടെ സ്നേഹം ഉണ്ടാകുക? ഉപ്പ വരട്ടി എനിക്ക് കാണിച്ചു തരാന്നല്ല പറയേണ്ടത്. ഉമ്മ സ്നേഹത്തിലാ കുട്ടിയോട് ആദ്യം പെരുമാറിയ കുട്ടി ആ കുറ്റങ്ങൾ കളിക്കൂല. എന്ത് സംഗതിയും പിടിച്ചു നിർത്താൻ പറ്റും സ്നേഹം കൊടുത്താൽ. ഏത് കുരുത്തക്കേട് കളിക്കുന്ന മക്കളെയും സ്നേഹത്തോടെ പെരുമാറിയെ പിടിച്ചു നിർത്താൻ പറ്റും. അടി കൊടുക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് എന്ത്? സ്നേഹം. ചെറുപ്പത്തിൽ പ്രത്യേകിച്ചും, ചെറിയ കുട്ടികളെ പ്രത്യേകിച്ചും. നിസ്കാരം 7 വയസ്സുകൊണ്ട് കൽപ്പിക്കാൻ പറഞ്ഞു, അടിക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ അടിക്കണമെങ്കിൽ കുറച്ച് പിന്നെയും 3 കൊല്ലം കഴിയണം. അപ്പോൾ കുട്ടികളിലേക്ക് വേണ്ടത് സ്നേഹമാണ്, ഉപദേശമാണെന്ന് പറഞ്ഞു കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, സ്നേഹിക്കുക. അല്ലേ? അതല്ലേ? അപ്പോൾ നാളെ രാവിലെ മുതൽ തുടങ്ങുക. കിട്ടാത്ത മക്കളെ, കുഞ്ഞുമക്കളെ രാവിലെ സ്നേഹം ചോദിച്ചു വാങ്ങണേ, ചുംബനോ. ചില ഉപ്പാക്കുമ്പാക്കും ഒരു സ്വഭാവം ഉണ്ട്, അറിയോ? ചെറിയ മക്കൾ ഉറങ്ങായിരിക്കുവേ, ഉറങ്ങുന്നിടത്ത് പോയിട്ട് ഇരിക്കും രണ്ടാളും രാത്രി. എന്നിട്ട് ഓളോട് പോന്, നല്ല മോനല്ലേ, നിന്റെ കണ്ണ്, നിങ്ങളെ മൂക്ക്, ഇതെന്താ ഒതുകേത്തടുത്ത് ഓഹരിയോ കണ്ട സാധന. ആ ചക്കൻ ഉറങ്ങുമ്പോൾ പള്ളക്ക് ഇരുന്നിട്ട് കണ്ണും മൂക്കും പറയല്ലേ നിങ്ങൾ വേണ്ടത്. ആ ചക്കൻ്റെ ഉണർച്ചയിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യണോ? ചുംബനം കൊടുത്ത് സ്നേഹിക്കണം. ഇത് ലോകത്ത് കാണിച്ചു തന്ന പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പുണ്യനബി കാണിച്ചു തന്നതാ. കല്യാണം കഴിഞ്ഞിട്ട് മക്കളുള്ള മോളാണ് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ. മക്കളുള്ള മോളാണ്. ആ മക്കളുള്ള മോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരും. ദിവസം റസൂലുള്ളാഹിനെ കാണാൻ വരുന്നങ്ങനെ കണ്ട റസൂലുള്ള വീട്ടിലാണെങ്കിൽ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങും. മകളെ കണ്ടെടുത്തം വരെ നടക്കും. അങ്ങോട്ട് പോകും. മോൾ ഇങ്ങോട്ടാ വരുന്നേ, മോൾ ഇങ്ങോട്ട് വരികയാണ്. കാത്തു നിൽക്കൂല പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അങ്ങോട്ട് പോകും. എന്നിട്ട് രണ്ടാളും എവിടെ നിന്നാണോ സംഗമിക്കുന്നത് അവിടെ നിന്ന് കൈയാണ്ട് പിടിക്കും, മോളെ കൈ പിടിക്കും. എന്നിട്ട് മകളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബനം കൊടുത്ത് ചേർത്ത് പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഇങ്ങനൊരു ബാപ്പാനെയും മോളി ലോകത്തല്ല വേറെ പഠിച്ചിട്ടില്ല. അത്ര സ്നേഹമാണ്, അത്ര സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഈ സ്നേഹം മാതൃകയാക്കണം. അതുകൊണ്ട് ചില ചര്യകളെ നമ്മൾ എന്താക്കണം? നമ്മളെ പുരയിലേക്ക് കൊണ്ടുവരണം. നമ്മളെ പുരയിലും പുണ്യനബിയുടെ ചില ചര്യകളെ, സുന്നത്തുകളെ നമ്മളെ പുരയിൽ നമ്മൾ കൊണ്ടുവരണം. എന്നാൽ നമ്മളെ പുരയിലൊന്നുണ്ടാവും, റാഹത്തായ ജീവിതം ഉണ്ടാവും. കുട്ടികളും ഉപ്പയും ഉമ്മയും മക്കൾക്ക് അങ്ങ് സ്നേഹമായിരിക്കും. അങ്ങനെ വേണം. ചില ചര്യകൾ നമ്മൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അറബികൾ എന്തുകൊണ്ടാണ് നശിച്ചു പോകാത്ത അറിയോ?
അറബികൾ എന്തുകൊണ്ടാണ് നശിക്കാത്തത്? ഒരു ചര്യ അവർ പിൻപറ്റുന്നുണ്ടാണ്. എന്താ ചര്യ? അറബികൾ നാവെടുത്ത് അൽഹംദുലില്ലാ പറയും. അത് പറയാണ്ട് കേജില്ല. ബിൽഡിങ് പൊളിഞ്ഞിട്ട് അറബിൻ്റെ ഓളും മക്കളെല്ലാം മരിച്ചിട്ട് അവന് ഓടുകയെന്ന് വിചാരിച്ചോ? ഓടും പോനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ട് യാ ഹി കൈഫൽ ഹാൽ, ഉടനെ പറയും സൈൻ അൽഹംദുലില്ലാ എന്ന് പറയും. ഓളും മക്കളും മരിച്ചെടുക്കുന്ന ബിൽഡിങ് പൊളിഞ്ഞിട്ട്. നമ്മൾ നല്ല ഹോൾസെയിൽ കച്ചവടം നടത്തിയിട്ട് റാഹത്തിൽ ഇങ്ങനെ ഇരിക്കും. വരുത്തം വന്ന് ചോദിക്കും എന്താ കച്ചവടം എങ്ങനെ ഉണ്ട്? എന്ത് കച്ചവടമോ? അങ്ങനെ പോകുന്നു. പോട്ടട ഹംക്കെ നീ അങ്ങനെ തന്നെയാ പോവുക. ഇതിന് സൗകര്യം ചെയ്ത് അള്ളാഹ്ക്ക് നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ലെങ്കിൽ നീ പിന്നെ എങ്ങനെയാ പോവുക? അങ്ങനെ തന്നെ പോവും. ആകാശവും ഭൂമിയും നിങ്ങൾക്ക് അള്ളാഹു നിറച്ചു തന്നു. പുണ്യനബി പറയാണ്, ആകാശവും ഭൂമിയും അള്ളാഹു നിങ്ങൾക്ക് നിറച്ചു തന്നു എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. എന്നിട്ട് നിങ്ങൾ അതിന് മറുപടിയായി അള്ളാഹുവിന് അൽഹംദുലില്ലാ എന്ന് ഒരു വട്ടം പറഞ്ഞാൽ ആകാശഭൂമി മുഴുവൻ നിങ്ങൾക്ക് നിറച്ചു തന്നതിനേക്കാൾ നിങ്ങൾ അള്ളാഹുവിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ അൽഹംദുലില്ലക്ക് ആകാശഭൂമികൾ അള്ളാഹു നിറച്ച് നൽകുന്നതിനേക്കാൾ നമ്മൾ തിരിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന വാക്കുച്ചരിക്കാൻ നമുക്ക് കഴിയണം. എത്ര മനുഷ്യന്മാർ ഈ പരിപാടിക്ക് വരാൻ കഴിയാതെ വീട്ടിൽ സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്കും എനിക്കും ഇവിടെ വരാൻ കഴിഞ്ഞില്ലേ? നമ്മൾ അൽഹംദുലില്ലാ ചൊല്ലിയോ? ഇവിടെ ഇവിടെ വന്നിരിക്കാനും ഇത് പറയാനും ഇത് കേൾക്കാനും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം അപാരമാണ്. അൽഹംദുലില്ലാ. ഒന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക, എങ്കിൽ നമ്മുടെ സദസ്സ് ധന്യമാകും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോ ഉമ്മാമ പറയാണ്, നിന്റെ കവിളത്തും നെറ്റിക്കൊക്കെ ഞാൻ മുത്തം നൽകിയിട്ടുണ്ടോ? അപ്പോ അബ്ദുള്ളാക്ക് കാര്യം മനസ്സിലായി. ആ ഉമ്മാമയാ ഈ ഉമ്മാമ? അന്ന് ഉമ്മാമയല്ല, ഇന്ന് ഉമ്മാമ. എന്നിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ വിചാരിച്ച പോലെ ആ പെണ്ണ് മോശമൊന്നല്ല, അവൾ നല്ല മോളാ. നീ നാട് വിട്ട പിന്നെ കുറിച്ച് അറിയാറ്റല്ലേ അവള് കല്യാണത്തിന് സമ്മതിച്ചത്. നീ ഉണ്ടെങ്കിൽ അവള് കല്യാണത്തിന് സമ്മതിക്കോ? ഇന്ന് രാത്രി അവള് നീയൊക്കെ പണ്ട് കുളിച്ച കുളക്കടവിൽ അവള് കുളിക്കാൻ വരും. പോണ വഴിക്ക് കുറ്റിക്കാട് എനിക്കറിയാലോ. അവിടെ പോയി കുത്തിയിരുന്നോ പോകുമ്പോഴേ വരുമ്പോഴും നീ വിളിച്ച് അവളിന്റെ കൂടെ വന്നോൾ, പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഗുൽമാൽ ഉണ്ടാക്കാൻ വേണ്ടി വന്ന നമ്മൾ ഇപ്പൊ അവളെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ട് എന്നാണ്. ആയിക്കോട്ടെ എന്നാണ്. ആ വഴിവക്കൽ അവർ പോയി കുത്തിയിരുന്നു. സന്ധ്യ മയങ്ങി, ഇരുട്ട് പരന്നു. കുറെ കഴിഞ്ഞപ്പോ ഒരു പട്ടാളക്കാരൻ ഒരു പന്തവും കത്തിച്ചു പിടിച്ച് മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ബാക്കില് പെൺകുട്ടികള് ഈ പെൺകുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടി, കല്യാണ പെണ്ണിനെ കുളിപ്പിക്കാൻ പാട്ടും പാടി കുളക്കടവിലേക്ക് വരികയാണ്. അരിമണിച്ചിരിയും കൊണ്ടൊരു മാരൻ വരുമല്ലോ, അരമാന കുളത്തിൽ നിറങ്ങുമല്ലോ. അരിമണിച്ചിരിയും കൊണ്ടൊരു മാരൻ വരുമല്ലോ, അരമാന കുളത്തിൽ നിറങ്ങുമല്ലോ. നല്ലൊരകന്ന പീഡ പോലെ പുതു പെണ്ണല്ലോ, മൈലാഞ്ചിയരച്ചല്ലോ, മലർ കയ്യിൽ പതിച്ചല്ലോ, മൈക്കണ്ണിൽ കിനാവിവളൊളിപ്പിച്ചല്ലോ. നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ, നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. കുളക്കടവിലേക്ക് വരുന്ന വഴിക്ക് അവർ പിടിച്ചില്ല. കാരണം കുളക്കടവിൽ അവളെ കാണാതിരിക്കും പ്രശ്നവും. അതുകൊണ്ട് തന്നെ അവർ കാത്തിരുന്നു. കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുറ്റിക്കാടാണ് രണ്ട് ഭാഗവും. അത് സെൻട്രലിലെ വഴിയിലൂടെ ഇവർ നടക്കുന്നത്. ഈ പന്തത്തിന്റെ ഒരു വെളിച്ചേ ഉള്ളൂ. പട്ടാളക്കാർ മുന്നിലുണ്ട്, ബാക്കിൽ പെൺകുട്ടികൾ. ഇങ്ങനെ 200 പെൺകുട്ടികൾ പോയി. അബ്ദുല്ലാഹ് ഷെഹ്റ കുറച്ച് നീങ്ങിയിരുന്നു. ഇവൾ അടുത്തെത്തിയെന്ന് കണ്ടപ്പോൾ ഇവളെ വസ്ത്രം പിടിച്ചിട്ട് മെല്ലാട്ട് വലിച്ചു. അവൾ ആരും അറിയാതെ കാട്ടിലേക്ക് തെന്നി മാറി നിന്നു. അവളൊരു കുതിരപ്പുറത്തിരുത്തി, മറ്റേ കുതിരപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും വരുന്നു. അതിവേഗം അവിടെ നിന്ന് നാടുവിട്ടു. പക്ഷെ ആ രാത്രിയുടെ അവസാന യാമത്തിലെ നിലാവുദിക്കൂ. ഇപ്പോൾ നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് ഞാൻ അബ്ദുള്ളയോട് പറഞ്ഞു, ഉമറുല്ലാഹ് പറഞ്ഞു, ഞാൻ അബ്ദുള്ളയോട് പറഞ്ഞു, ഇപ്പൊ പോയാൽ കുതിരക്ക് കണ്ടുപിടിക്കൂല, വഴിതെറ്റും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ടെന്റ് കെട്ടാം. ടെന്റ് കെട്ടി അല്പം വിശ്രമിക്കാം, നിലാവുദിച്ചിട്ട് യാത്ര തുടരാം. അവന് അംഗീകരിച്ചപ്പോ 3 ടെന്റ് ഉണ്ടാക്കി. ഒന്ന് എനിക്കും ഒന്ന് അവനും. ഞങ്ങൾക്ക് 2 പേർക്ക് ഉണ്ടാക്കിയ ടെന്റിന്റെ മധ്യത്തിൽ അല്പം പിന്നോട്ട് മാറിയിട്ട് അവൾക്കും ഒരു ടെന്റ് ഉണ്ടാക്കി. ടെന്റിൽ വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു. ഇനി അവർ വിശ്രമിക്കട്ടെ, നമുക്കൊന്ന് കൊട്ടാരത്തിൽ പോയിട്ട് തിരിച്ചു വരാം. ഉമർ ഖിസ്സ എന്ന ചരിത്രകാവ്യം പറയുന്നു, കൊട്ടാരത്തിൽ പെണ്ണ് പോയതൊന്നും ആരും അറിയില്ല. എല്ലാവരെയും സ്വീകരിച്ചു ഇരിക്കുകയാണ് ഒരു രാജാവ്. പെട്ടെന്ന് അയാളെ കൽബിൽ തോന്നി, ആഭരണ വിഭൂഷിതയായ മകളെ കാണണം. ഏതൊരു ബാപ്പാന്റെ ആഗ്രഹം ഉണ്ടാവും. അപ്പോ ബാപ്പ എന്ത് ചെയ്തു? രാജാവ് എന്ത് ചെയ്തു? അകത്ത് കയറി ഓരോ മുറിയിലും പോയി നോക്കി. അവളില്ല, അവളുടെ കൂട്ടുകാരിയൊക്കെ ഉണ്ട്. മക്കളെ ഉമേമ എവിടെയെന്ന് വെച്ചു. ഇവിടെ ഇല്ല രാജാവ്, അപ്പുറത്തുണ്ട്. അപ്പുറത്തെ മുറി പോയി, അവിടെയില്ല. ഒറ്റ മുറിയിലും പെണ്ണില്ല. അവസാനം അടുക്കള ഭാഗത്ത് പോയി ഭാര്യനെ മെല്ലെ വിളിച്ചു. ഉമ്മയും എവിടെ? മുറിയിലുണ്ട്. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് കണ്ടല്ലോ. എപ്പോ? രാവിലെ. രാജാവ് പറഞ്ഞ് രാത്രിയായ കഥയും ബോധമുണ്ട് എനിക്ക് ചോദിച്ചു. രാത്രിയായ നേരത്തെയായി.
ഉമ്മയമ്മ എവിടെ എന്ന് വെച്ചു. നീ ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത്. ഈ പെണ്ണുങ്ങൾ മെല്ലെ പുറത്തിറങ്ങി ആദ്യം ഇങ്ങനെ നോക്കി, കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പരിചയമുള്ളവർ ചോദിച്ചു, ഈയടേ ഉമ്മയമ്മ എവിടെ, കണ്ടിട്ടില്ല. ഓ നീ ഒന്ന് അപ്പുറത്ത് നോക്കിയട്ടെ. അവള് മറ്റൊരാളോട് പറഞ്ഞു, അവള് വേറൊരാളോട് പറഞ്ഞു. കാതോട് കാതോരം വാർത്താൻ കൂടി നോക്കുമ്പോൾ പൂപാലികയെ കണ്ടില്ല. സകലോരും ബേജാറിൽ ആയിപ്പോയി റസൂലുള്ളാഹ്. അബദ്ധത്തിലായല്ലോ എങ്ങ് പോയവൾ നീരാടി, എങ്ങോട്ട് വന്നില്ലേ എന്ന് തോഴികളും ചോടി. നബിയെ ആ പെണ്ണുങ്ങൾ ചൊല്ലി ഞങ്ങൾക്കറിവില്ല, നീരാടി ഞങ്ങളോടൊപ്പം ഇങ്ങോട്ട് വന്നില്ല. നബിയെ ആ പെണ്ണുങ്ങൾ ചൊല്ലി ഞങ്ങൾക്കറിവില്ല, നീരാടി ഞങ്ങളോടൊപ്പം ഇങ്ങോട്ട് വന്നില്ല. ഹൈറില്ലാതായ എല്ലാ നാടും നഗർ തിരഞ്ഞിട്ടേ, കുണ്ടും കുഴിയും മലയും കാടുകൾ തിണ്ടിട്ടേ. പെണ്ണിനെ കാണുന്നില്ല എന്നുള്ള വാർത്ത അങ്ങ് പറഞ്ഞപ്പോ കുളിക്കാൻ കൂടെ പോയ 400 പെൺകുട്ടികളെ കണ്ടുവന്നത് രാജാവ് ചോദിച്ചു, മക്കളെ ഉമ്മയും എവിടെ? നിങ്ങളെ കൂടെയല്ലേ കുളിക്കാൻ വന്നത്? കുളക്കടവിൽ അവൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. വരുമ്പോഴോ? ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴോ? ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഉറപ്പാണ് കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മിസ്സായതാണ്. ആരവിടെ? പട്ടാളക്കാർ കൂടി വന്ന്, മഹാരാജ എടാ എന്റെ പെൺകുട്ടി കുളി കഴിഞ്ഞ് വരുമ്പോ മിസ്സായി പോയി, ഒന്ന് അന്വേഷിച്ചിട്ട് വാ. പട്ടാളക്കാർ അന്വേഷിക്കാൻ പോയി. കുണ്ടിലും കുടിയിലും കുളത്തിലും കാട്ടിലും മലയിലും വരുതി. അങ്ങനെ ഒരു പെണ്ണ് അവർ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് രാജാവോട് പറഞ്ഞു, രാജാവേ പെൺകുട്ടിനെ കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ അന്വേഷിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. പരിഭ്രാന്തനായ രാജാവ് അന്തം വിട്ട കുന്തം പോലെ ഇങ്ങനെ നിന്ന്. പുതിയാപ്പിള ഇപ്പം വരുമല്ലോ, രാത്രിയല്ല കല്യാണോ. പുതിയാപ്പിള വരുമ്പോ എന്താ ചെയ്യാ? ഇപ്പോഴാണെങ്കിൽ പ്രശ്നമില്ല, പോയി കേട്ടോ, അങ്ങ് വേറെ നമുക്ക് അറിയാം. ഇപ്പോഴത്തെ കഥ അങ്ങനെയാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആ പണ്ട് അനുഭവം തന്നെയാണ്. ഇങ്ങനെ ബേജാറിൽ ഇങ്ങനെ നിൽക്കണയാള്. അപ്പോൾ ഒരുത്തർ പറഞ്ഞു, രാജാവേ എന്താടാ പുതിയാപ്പിള ആളും വരുന്നാറിന്. രാജാവ് മുറ്റത്തിറങ്ങി നോക്കുമ്പോ പുതിയാപ്പിള ആൾക്കാർ പാട്ടും പാടി വരുന്നുണ്ട് സന്തോഷത്തില്. പൂമാരൻ വരവായി രാജാഗതമായി പൂത്താലീത ചാർത്താനായി പൂമണിയാളെ കാണാനായി വന്നിത നാരിതൻ വീടിനടുത്തവൻ എന്തൊരു സന്തോഷത്തിലടുത്ത് കാത്തിത നാരിതൻ പൂമുഖ ചെത്ത് കാതിലു തേലി ശരി കഥ പൈത്ത്. പൂമാരൻ വരവായി ശരിമണി കിലുകിലെ പുളകത്തിനാള് ചികഞ്ഞിടുന്നവർ മധുവിധുവിന്റെ കോള്. ചിരിമണി കിലുകിലെ പുളകത്തിനാള് ചികഞ്ഞിടുന്നവർ മധുവിധുവിന്റെ കോള്. സുഖത്തിൽ സുഖത്തിന്റെ മലരിത ഹാല് സഖിയോടൊത്തൊരുമിച്ച് സുഖിക്കുവാൻ ചേല്. കരളേ കനിയേ കരളെ കനിയെ മുഹബത്തിൻ മലരെ കനിവിന്റെ മധു നിന്നിൽ ഒഴുകില്ലേ. പൂമാരൻ വരവായി പൂതിയിലാഗതമായി പൂത്താലീത ചാർത്താനായി പൂമണിയാളെ കാണാനായി വന്നിത നാരിതൻ വീടിനടുത്തവൻ എന്തൊരു സന്തോഷത്തിലടുത്ത് കാത്തിത നാരിതൻ പൂമുഖ ചെത്ത് കാതിൽ തേനിശലിൻ കഥ വൈത്ത്. പൂമാരൻ വരവായി പുതിയാപ്പിള ആൾക്കാരൊക്കെ വന്നു, അങ്ങ് കയറി. പുതിയാപ്പിള വന്നിട്ട് ആൾക്കാരെല്ലാം ഓടി വന്നിട്ട്, രാജാവേ പുതിയാപ്പിള. പുതിയാപ്പിള ഏടി അങ്ങ് പോയിരിക്കുകയാണ്. പുതിയാപ്പിളിനോട് ഏടി അങ്ങ് പോയിരിക്കുന്നത് എന്താ കഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ എന്നാ സാധനം തട്ടാണ്ട് മുട്ടാണ്ട് ആംബുലൻസ് നിറക്കുമ്പോൾ തിറക്കേണ്ട സാധനമായി. തട്ടി പെയിന്റ് പോയി തിരിച്ചു പോകും. പുതിയാപ്പിളിനോട് ഏടി പുതിയാപ്പിള നിങ്ങൾ കല്യാണപ്പുരലെല്ലാം കണ്ടിട്ടില്ലേ? പുതിയാപ്പിള വരുമ്പോഴേക്ക് സോഫന്റെ മേലെ വെള്ള തുണിയെല്ലാം പൊച്ചിട്ട് അവിടെ വെക്കൂ, മയ്യത്തോണ്ടേക്കാൻ പറ്റുമല്ലോ. പുതിയാപ്പിളക്ക് വെള്ള സോഫ, നമുക്കെല്ലാം സാധാരണ വാടക കസേര. ഓന് പാല്, നമുക്ക് കാപ്പി. പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാധനമാണ് അല്ലേ, ഒരു വല്ലാത്ത സാധനമാണ്. അറിയില്ലേ? ഒരു കാലത്ത് പുതിയാപ്പിളയാണല്ലോ. ഇപ്പം 3 മക്കളാ, 4 ആയി, എല്ലാം ആയി നമ്മളെ കൂടെ. അപ്പോ പുതിയാപ്പിളിൻ്റെ റേഡിയൊക്കെ പോയി ഇരിക്കുന്ന പറഞ്ഞപ്പോ പുതിയാപ്പിളുടെ കാരണവർ വന്ന്, രാജാവേ
കല്യാണോ? ആ. പിയാപ്പിള? ആ. പെണ്ണജിനാണ്. ഇയാളെന്നീ പറയാ. അപ്പണ്ട് ഭാര്യ വേക്കെന്ന് വിളിക്കുന്നു. മാപ്പിളിനെ വിളിക്കുന്നത്. മാപ്പിള എങ്ങനെ നോക്കി, ഒരു കത്തോ ഉമൈമാന്റെ ബെഡിൽ നിന്ന് കിട്ടിയതെന്നു. ഇയാൾ ഈ കത്തിങ്ങനെ വായിച്ച്. അബ്ദുൽ ചെറിയ കത്താണ്. പ്രിയപ്പെട്ട ഉമൈമ, പിതാവ് ലംഘിച്ച പോലെ കരാർ ലംഘിച്ചതിന്റെ കല്യാണത്തിന് നീ കൂട്ടുന്നെങ്കിൽ കല്യാണം നടക്കൂല. മോർച്ചയുള്ള വാളും ഒരുക്കിയെടുത്ത് അബ്ദുൽ സഹർ നാട്ടിലെത്തിയിട്ടുണ്ട്. ജാഗ്രത. ഇതാണ് കത്ത്. കത്തങ്ങ് ചൂരിട്ടിപ്പിടിച്ച് രാജാ പറഞ്ഞു, ആരവിടെ? 4 പട്ടാളക്കാർ ഓടി വന്നു. മഹാരാജ, എടാ നിങ്ങൾ 4 ആള് 4 ഗ്രൂപ്പാകും. ഒരുത്തൻ ചിരിച്ചുപോയി. എന്താണ് ചിരിക്കുന്നു വെച്ച്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനെങ്ങനെ ഗ്രൂപ്പാകുകയെന്ന് വെച്ച്. അപ്പോൾ രാജാ പറഞ്ഞു, നീ ഒരു ബാളിങ് കൊണ്ടേ ഞാൻ 12 ഗ്രൂപ്പാക്കി തരാറ്. അവൻ പറഞ്ഞു, അത് ഞാൻ പയ്യ ആയിക്കോളുന്നാണ്. എടാ നമുക്ക് പൊട്ടാ, നിന്റെ കൂടെ കുറെ ആൾക്കാരെ കൂട്ടുക. അങ്ങനെ 4 പേരും ആൾക്കാരെ കൂട്ടി 4 ഭാഗത്തേക്ക് പുറപ്പെടുക. ഈ രാജ്യത്തിന്റെ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറേക്കും പോ. എന്റെ മകൾ അബ്ദുല്ലാഹിബ്ൻ സഹർ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് എന്റെ പെണ്ണെ കാണണം. നേരം വെളുക്കുന്നതിന്റെ ഉമൈമാനെ കാണണം. അവളെ മാത്രല്ലടോ, കൊണ്ടുപോയി അബ്ദുല്ലാഹിബ്ൻ സഹറുടെ ചോര പുരണ്ട കണ്ണ് തുറിച്ച നാക്ക് കടിച്ച തലയും എനിക്ക് കാണണം. പോയി വന്നു. പട്ടാളക്കാർ ആൾക്കാരെ കൂട്ടി 4 ഭാഗത്തേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് മരുപ്പറമ്പിലെ ടെന്റിലാണ് ഇവരുള്ളത്. റളിയല്ലാഹു പറയുന്നു, നിലാവ് ഉദിച്ച് പരക്കാൻ തുടങ്ങി. നല്ല നിലാവ് വരുന്നപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റിരുന്നു. അബ്ദുല്ലാനെ വിളിച്ചിട്ട് യാത്ര തുടരാൻ വിചാരിച്ച് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നത് തുണി ഇങ്ങനെ കെട്ടിയതല്ലേ 4 ഭാഗത്തും. ഈ തുണിയുടെ പുറത്ത് ഒരാൾ വാളും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. നിലാവിന്റെ വെട്ടത്തിൽ തുണിയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന ഞാൻ കാണാം. തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചാടി എന്നിട്ട് എന്റെ തലഭാഗത്തുള്ള വാള് വലിച്ചൂരി. ഞാൻ നേരെ അവന്റെ ബാക്ക് പോയി നിന്നു. അവൻ പുറത്തുണ്ട്, ഞാൻ അകത്തുണ്ട്. പെട്ടെന്ന് അവനിങ്ങനെ കറങ്ങി എൻ്റെ ടെന്റിന്റെ പുറത്തോടെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഞാൻ അകത്തോടെയും കറങ്ങി, അവൻ പുറത്തോടെയും കറങ്ങി. അവൻ നടക്കുന്നതിനനുസരിച്ച് ഞാൻ ഉള്ളിൽ നടന്നു. എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് കൊല്ലണം. പക്ഷെ അവൻ നിൽക്കാണ്ട് വന്ന് ആദ്യം നിന്നിടത്ത് തന്നെ പിന്നീ നിന്നു. ഞാൻ അവൻ്റെ നേരെ ബാക്കിൽ തന്നെ വാളും കൊണ്ട് ഇങ്ങനെ നിന്നു. മെല്ലെ തുണിയായിട്ട് പിടിച്ചു. തുണി ഇങ്ങനെ പിടിച്ച് പൊട്ടിച്ചിട്ട് വെട്ടാനാണ്. തുണി ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പൊട്ടിച്ച് വെട്ടാൻ നോക്കി പുറത്തേക്ക് ചാടലോടെ ഒഴിഞ്ഞു മാറിയിട്ട് പിടിച്ചു. ഉമറേ! ഞാൻ നോക്കുമ്പോ അബ്ദുല്ല, നീ ഇവിടെ വാളും കൊണ്ട്. നീ ഉറങ്ങിയിട്ടില്ലേ? ഞാൻ ഉറങ്ങിയിട്ടില്ല. നീ ഇവിടെ? ഞാന് നിലാബുദിച്ചപ്പോൾ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എവിടുന്ന് ഒരു കുതിരയുടെ കുളമ്പടി പോലെ നീ കേൾക്കുന്നുണ്ടോ? നീ ഒന്ന് ചെവി വട്ടം പിടിച്ച് നോക്ക്. നീ ഒന്ന് കുതിരയുടെ കുളമ്പടി കേൾക്കുന്നുണ്ടോ ചോദിച്ചു. റളിയല്ലാഹു പറഞ്ഞു, കുതിരയല്ലല്ലോ, കുതിരകളാണല്ലോ, ഒരുപാട് കുതിരയാണല്ലോ. അതെ, ഒരുപാട് കുതിരയാണ്. ന്യായമായി ഞാൻ ഒരു കാര്യം പറയാം. ഉമയ്യമയുടെ പിതാവിന്റെ പട്ടാളക്കാർ നമ്മളെ തേടി വരുന്ന വരവാൻ. അവര് വന്നാൽ ഞാൻ അവരുമായൊരു സംഘടന ഉണ്ടാവും. നീ എന്റെ കൂടെ വേണ്ട. റളിയല്ലാഹു എന്തുകൊണ്ട്? ഞാനും നീയും ഒരു ഭാഗത്ത് സംഘടന നടത്തിയാൽ മറുഭാഗത്ത് കൂടെ ടെന്റ് ക്രമിക്കും അവളെ കൊണ്ടുപോകും. അത് പാടില്ല. നീ ആ ടെന്റിന് കാവൽ നിൽക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാറ്. അപ്പം റളിയല്ലാഹു പറഞ്ഞിട്ട് എന്റെ തല ഉടലിൽ നിന്ന് പോകാണ്ട് നിന്റെ പെണ്ണിനെ ഒരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ലാറ്. ഞാൻ അവൾ കിടക്കുന്ന ടെന്റിന് കാവൽ നിന്നു. അവളൊന്നും അറിയരുതേ എന്ന് കണക്കു കിട്ടിയിട്ടാവണം അവൻ കുറെ മുന്നോട്ട് പോയി നിന്നു. അവിടെ നടക്കുന്നത് ഇവിടെ അറിയാതിരിക്കാൻ കുറെ മുന്നോട്ട് പോയി നിന്നു. അവിടെ ഒരു പാറയുണ്ട്. ആ പാറപ്പുറത്ത് ഒരു കാല് കയറ്റി വെച്ച് പിന്നെ അവിടെ അങ്ങനെ നിന്നു. സത്യത്തിൽ രാജാവിന്റെ കൽപ്പന പ്രകാരം പട്ടാളക്കാർ ഞങ്ങളെ തേടി വന്ന വരവ് തന്നെയായിരുന്നു അത്. പട്ടാളക്കാർ അവിടെ എത്തി. അബ്ദുല്ലാഹിബ്ൻ സഹർ പറയാണ്, അബ്ദുല്ലാഹിബ്ൻ സഹറെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, അബ്ദുല്ലാ, നാട് വിട്ട് പോയിട്ടില്ലല്ലേ? ഇവിടെ തന്നെ ഉണ്ടല്ലേ? നീ തട്ടിക്കൊണ്ടുവന്ന പെണ്ണെവിടെ? അപ്പൊ പറഞ്ഞു, ഞാനൊരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഉമൈമ എവിടെ? ഉമൈമ ടെന്റിലുണ്ട്. പിന്നെ നീ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞതോ? ഞാൻ തട്ടിക്കൊണ്ടുവന്നതല്ല. അയാൾ തന്റെ അറബി ജുബയുടെ പോക്കറ്റിൽ നിന്ന് അതിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, നേരെ അവർ വന്നല്ലോ ഞങ്ങളുടെ ഭാഗത്തേക്കുണർന്നു, കൂടെ ഞാനും ഉണർന്നു, ബീവിയെ നോക്കാൻ എന്നിൽ വസിയത്താക്കി നടന്നു. രാജവാക്കാൽ വന്നു അവർ മുന്നിൽ നിന്നു 4 ധീരജവാന്മാർ തന്നെ, അവർ പിന്നിൽ സൈന്യം ചേരി. രാജവാക്കാൽ വന്നു. അറബി ജുബയുടെ പോക്കറ്റിൽ നിന്ന് തോൽ കഷ്ണം പുറത്തെടുത്ത് പിടിച്ച് അവരോട് പറഞ്ഞു, നിലാവിന്റെ വെളിച്ചത്തിൽ കണ്ണ് അക്ഷരത്തിൽ പഠിക്കുന്നവർ വായിച്ചു പഠിക്കാൻ ഒരു കരാർ തരാം. ഇത് നിങ്ങൾ ഇങ്ങോട്ടയച്ച രാജാവും എന്റെ മരിച്ചുപോയ ഉപ്പ എഴുതിയ കരാറാണ്. ഈ കരാർ പ്രകാരം അവൾ എന്റേതാണ്. ഞാൻ വിട്ടുതരുന്ന പ്രശ്നമില്ല. അവര് പറഞ്ഞ, അബ്ദുള്ള, നീ കുഴപ്പത്തിൽ നിൽക്കണ്ട. അവളെ മാത്രമല്ല തലയെടുക്കാൻ രാജാവ് പറഞ്ഞിട്ടുണ്ട്.
നീ ഒളിച്ചോടുന്ന കള്ളം പറഞ്ഞോളാം, നീ അവളെ വിട്ടാന്ന് പ്രശ്നമില്ലാണ്ട് പോയിക്കോളാം. നടക്കൂലെന്ന് പറഞ്ഞു. എങ്കിലും തല ഞാൻ എടുക്കുന്നു. നിങ്ങൾ എന്റെ തലയെടുത്താൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാൻ കഴിയില്ലാണ്. അവരും എന്തുകൊണ്ട് മരുഭൂമിയിൽ പിന്നെന്താ പ്രതിബന്ധോ? അവൾ കിടക്കുന്ന ടെന്റിന് കാവൽ നിൽക്കുന്നത് എന്നെക്കാൾ 10 ഇരട്ടി ശക്തിയും തന്റെ ഇടമുള്ള മക്കയിലെ ഖതാബിന്റെ മകൻ ഉമറാണ് റളിയല്ലാഹു അൻഹു. ആ ഉമറിന്റെ കൈകരുത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാനാവൂല എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് അവരെന്നെ കണ്ടത്. എന്നെ കണ്ടപ്പോ പിന്നെ അവന്റെ മേലെ ചാടി വീണു. പൊരിഞ്ഞ പോരാട്ടാണ്. സത്യത്തിൽ ആ പാറപ്പുറത്ത് കയറി നിന്നവനെ തലങ്ങും വിലങ്ങും വെട്ടി 3 പേരെ അവൻ തട്ടി. പിന്നെ അവർ വഴിമാറി നിന്നപ്പോ ഉമർലാൻ പറയാണ്, അവനെ രക്ഷപ്പെടുത്തണമെന്ന് കണക്കൂടി ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചതാ. അത് കണ്ടിട്ടാവണം 1-2 അടി മുന്നോട്ട് നടന്ന പെണ്ണോട് അവൻ പറഞ്ഞു, വേണ്ട 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 ഉമർ, അവിടെ നിന്നാ മതി, ഇവിടെ ഞാൻ നോക്കിക്കൊള്ളാം, ഇവിടെ ഞാൻ മതി, നീ അവിടെ നിൽക്കുന്നു. ഞാൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ച് ആ ടെന്റിന്റെ മുറ്റത്ത് നിന്നു. പെട്ടെന്ന് അവൻ 2 ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. 2 ഭാഗത്തുനിന്ന് പട്ടാളക്കാർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ നേരെ ഫ്രണ്ടിൽ അവൻ ശ്രദ്ധിക്കണില്ല. കാരണം നേരെ മുന്നിൽ പട്ടാളം കുറെ മുന്നിലാണ്. അടുത്തടുത്ത് 2 സൈഡുണ്ട്. അപ്പൊ 2 ഭാഗത്ത് വരുമെന്ന പ്രതീക്ഷയോടെ അവൻ 2 ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നതിനിടയിൽ നേരെ മുന്നിൽ നിൽക്കുന്ന ഒരുത്തൻ ഒരസ്ത്രം എയ്ത് വിട്ടു. അതൊരു തട്ടിപ്പായിരുന്നു. ആ അമ്പ് അവന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ചെന്ന് തുളച്ചങ്ങട്ട് കയറി ചോരങ്ങട്ട് തെറിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ അവൻ ഇടംവലം നോക്കാണ്ട് ചാടി വെട്ടി. 7 പേരെ തട്ടി. അവനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ പട്ടാളം 4 ഭാഗത്തേക്ക് മാറി. ചോരയൊലിക്കുന്ന നെഞ്ചുമായി അവൻ എന്റെ മുന്നിലേക്ക് നടന്നു വന്നിട്ട് വിളിച്ചു, ഉമറേ. മാരകത്തമ്പ് തറച്ചിട്ടും നിണ്ട് പൊരുതാനെ തുടരെ 7 തലവരെ കൊന്നു മടങ്ങി നടന്തിങ് വന്നാനേ. കേട്ട് ഭവിച്ച് പാടനിൽ കാണിച്ച് ചൊല്ലിയതു കണ്ടു ഉമറെ, കോരോടെയമ്പ് ഊരിയെടുക്കുന്നി ശീലം നിനക്കുണ്ടോ? മാരകത്തമ്പ് തറച്ചിട്ടും നിണ്ട് പൊരുതാനെ തുടരെ 7 തലവരെ കൊന്നു മടങ്ങി നടന്തിങ് വന്നാനേ. കേട്ട് ഭവിച്ച് പാടനിൽ കാണിച്ച് ചൊല്ലിയതു കണ്ടു ഉമറെ, കോരോടെയമ്പ് ഊരിയെടുക്കുന്നി ശീലം നിനക്കുണ്ടോ? അവൻ എന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മറേ, ഈ അമ്പൊന്ന് പറിക്കാൻ കഴിയുമോ നിനക്ക്? അമ്പ് പറിച്ചു തരാൻ നിനക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞു, പറിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്പ് നോക്കുമ്പോ അമ്പ് തുളഞ്ഞ് കയറിയിട്ട് അമ്പിന്റെ മുൻഭാഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പുറത്ത്. എന്നിട്ട് അവൻ ആൺകുട്ടിയെ പോലെ നിൽക്കുകയാണ്, ചോരങ്ങ് വരുന്നുണ്ട്. ഞാൻ ആ അമ്പൊന്ന് പിടിച്ചിട്ട് ഒരു ചെറിയ വലിയാണ്ട് വലിച്ചു. അമ്പിന്റെ പുറത്തേക്ക് ഇറങ്ങിയ ഭാഗം തിരിച്ചുള്ളിലേക്ക് വന്നു. അടുത്ത വലി ഞാൻ വലിച്ചാൽ അവന്റെ നെഞ്ച് പിളരുന്ന് ഉറപ്പാ. അതുകൊണ്ട് ഞാൻ അമ്പാട്ട് വിട്ടപ്പോ അവൻ ചിരിച്ചോണ്ട് എന്നോട് ചോദിച്ചു, നീയാണ് മക്കത്ത ഉമർ? പാടുപെടുത്ത് പിടിച്ച് വലിച്ചിട്ടിളകില തെല്ലുമേ അപ്പോതിൽ പാറകെ ഞെട്ടി വിറപ്പിക്കും മക്കത്തുമർ വമ്പൻ താനാണോ? കേട്ട് ഭവിച്ച് പാടനിൽ കാണിച്ച് ചൊല്ലിയതു കണ്ടു ഉമറേ, ഊരോടെ അമ്പ് ഊരിയെടുക്കുന്നേ ശീലം നിനക്കുണ്ടോ? അമ്പങ്ങ് വിട്ടപ്പോ അവൻ എന്നോട് പറഞ്ഞു, അങ്ങാണോ മക്കത്തെ ധീരനായ ഉമർ, ഒരു അമ്പ് പറിക്കാൻ കഴിയാത്ത ആള്? ഞാൻ പറഞ്ഞു, അബ്ദുള്ള, ഒരു മൃഗത്തിൽ തറച്ചമ്പ് പറിക്കണ പോലെ അത്ര ലാഘവമല്ല നിന്റെ അമ്പ് പറിക്കുക. ഞാൻ അമ്പ് പറിച്ചാൽ നിന്റെ നെഞ്ചും കൂടെ പിളരും. അപ്പോ മരിക്കൂന്ന് ഉറപ്പാണല്ലേ? ഉറപ്പാണ്. പിന്നെ അമ്പ് പറിക്കാൻ എന്താ ഉമറേ നിനക്ക് പ്രയാസം എന്ന് ചോദിച്ചു. ഞാൻ മരിക്കൂന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്താ അമ്പ് പറിക്കാൻ പ്രയാസം? നെഞ്ചിന്റെ കൂടെ പിളരുന്നതാണോ? എങ്കിൽ നെഞ്ച് പിളരാതെ അമ്പ് പറിക്കാൻ ഞാൻ നിനക്കൊരു ഹിക്മത്ത് പറഞ്ഞു തരട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു വല്ലാത്ത ധീരനാണ് ചെറുപ്പക്കാരൻ. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ മുന്നിൽ ഇവിടെ മലർന്ന് കിടക്കാം ഈ മണ്ണിൽ. നിന്റെ വലത്തേക്കാലില്ലേ, ശക്തവാനായ ഖതാബിന്റെ മോനെ, നിന്റെ വലതുകാൽ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്വാരത്തെ പാറപ്പുറത്ത് അമർത്തിച്ചവിട്ട് വരുന്നോനെ പേടിപ്പിക്കാൻ ഉപയോഗിക്കണം വലതുകാൽ. ഉക്കാള ചന്തക്കകത്ത് കുസ്തി മത്സരം നടത്തുമ്പോൾ എതിരാളികളുടെ നെഞ്ചിൻ കൂടെ തകർക്കാൻ നീ ഉപയോഗിക്കണം വലതുകാൽ. എന്റെ നെഞ്ചത്തമർത്തിച്ചവിട്ടുമറേ, എന്നിട്ട് പറിക്കമ്പ്. നെഞ്ചു പിളരാതെ അമ്പ് പുറത്തു വരുന്നത് നിനക്ക് കാണാമെന്ന് പറഞ്ഞിട്ടവൻ എന്റെ മുന്നിൽ അങ്ങ് മലർന്ന് കിടന്നപ്പന്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്ന് പോയി. ഞാൻ അവന്റെ നെഞ്ചിൽ തറച്ച അമ്പിന്റെ ആ ഭാഗത്ത് എന്റെ കാൽപാദം അമർത്തിച്ചവിട്ടി. എന്തിന്? അത് പറിക്കുമ്പോൾ നെഞ്ചൊന്ന് പിളരാതിരിക്കാൻ. അമർത്തിച്ചവിട്ടി അമ്പ് പിടിച്ചപ്പോൾ അവന് പറഞ്ഞു, ഒരു മിനിറ്റ്, നീ ഒന്ന് ഉമൈമാനെ വിളിക്കുന്നുണ്ട്. ഉമൈമാനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഉമൈമാനെ വിളിച്ചു.
അവൾ ഓടി പുറത്തേക്ക് ഇറങ്ങണം. അവൾ ഈ സംഭവം ഒന്നും അറിയില്ല, ഉറക്കത്തിലാ. അവൾ ഓടി പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് നെഞ്ചിന്റെ കൂട്ടി ചവിട്ടിയിട്ട് അമ്പ് പിടിച്ചിരിക്കണം എന്നെയാണ്. സത്യത്തിൽ അവൾക്ക് തോന്നി ഞാൻ അവനെ കൊല്ലാണെന്ന്. എന്റെ കൈ കടന്ന് പിടിച്ചിട്ട് അവൾ കരഞ്ഞുകൊണ്ട് വെച്ചു, എന്താവും പറേ, എന്തിനാതി നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊല്ലുന്നത്? ഞാനൊന്നും വേണ്ടിയില്ല. അവളാണത് ചോദിച്ചെന്നറിഞ്ഞപ്പോ അബ്ദുള്ള കണ്ണ് തുറന്നവളുടെ വസ്ത്രം പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, ഉമറിനെവിടെ? അയാൾ നിരപരാധി. ഈ മണൽക്കുന്നുകൾക്ക് മറുഭാഗത്ത് ഒളിച്ചിരിക്കുന്ന നിന്റെ പിതാവിന്റെ പട്ടാളക്കാരാണ് ഉമൈമ എന്നെ ഈ കൊല്ല ചെയ്തത്. അതുകൊണ്ട് ഉമറിനെ വിട്ടേക്കുന്നു. അവൾ എന്റെ കൈവിട്ടു. അവന്റെ തലഭാഗത്ത് വന്ന് അവൻ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഉമൈമ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, അത് നീ ഒന്ന് കേൾക്കണം. കരാർ ലംഘിച്ചവനാണ് നിന്റെ പിതാവ്. ഉമർ ഈ അമ്പ് വലിച്ചാൽ നിന്റെ അബ്ദുള്ള മരിക്കും. അബ്ദുള്ള മരിച്ചാൽ ഒരിക്കൽ നീ തിരിച്ചുപ്പാന്റെ അടുത്ത് പോകരുത്. കാരണം അയാൾ കരാർ ലംഘിച്ച ചതിയനാണ്. നീ പോകേണ്ടത് ഈ ഉമറിന്റെ കൂടെയാണ്. ഉമർ അല്ലാഹുവിനെ പറയാണ്. പിന്നെ അവൻ എന്നോട് വർത്താനം, ഉമറേ, എനിക്ക് ജീവിതം ബാക്കി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുപോവുക മക്കയിലേക്കാണ്, നിന്റെ നാട്ടിലേക്കാണ്. എന്തിനാണെന്നറിയോ? ഒരു പ്രബലനായ മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ. ഇനി എനിക്കതിനെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ ഈ പെണ്ണിനെ മക്കയിലെ പ്രബലനായ മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോകണം. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചു, ആരാ മക്കയിലെ പ്രബലൻ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അബൂജഹൽ, അബുൽ ഹകം, ഉതബ, ഷൈബ, വലീദ്, ഉസ്സ, അസ്വദ്, ഉമയ്യത്ത്, ഉബയ്യ്, ആരാണ് മക്കയിലെ പ്രബലൻ? ഏയ്, അവരെല്ലാം പ്രബലനാണെങ്കിൽ എന്തുകൊണ്ട് ഖത്താബിന്റെ മകൻ ഉമർ അതിൽപ്പെടില്ല? നിങ്ങളൊന്നുമല്ല പ്രബലൻ. ഉമറേ, നീ അയാളെ കണ്ടിട്ടുണ്ട്, നീ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്റെ കൽബുകൊണ്ട് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ എന്റെ കൽബുകൊണ്ട് കണ്ടിട്ടുണ്ട് ആ മനുഷ്യനെ. മക്കാമണൽ തട്ടിൽ ആരാണ് പ്രബലൻ? ഞാൻ ചെന്നെത്തില്ലേലും ആരംഭമുത്ത റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടു. അറിവിന്റെ കേദാര ഭൂവി കണ്ടു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് മക്കക്കല്ല, അണ്ടകടാകത്തിന് ഒരു പ്രബലനായ മനുഷ്യനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ പേര് റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആമിനാന്റെ മുത്തുമോൻ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന നിങ്ങളെ കുറിച്ചാണ് എന്നോട് പറഞ്ഞത്. ഞാൻ തല വെട്ടിച്ചു കളഞ്ഞു അത് കേട്ടപ്പോ. അപ്പോൾ അവൻ അബ്ദുള്ള അമ്മയോട് പറഞ്ഞു, പുണ്യനബിയുടെ പേര് കേട്ടപ്പോൾ ഉമറിന് എന്തോ ഒരു വിഷമമുണ്ട്. ഉമർ കൊണ്ടുപോയില്ലെങ്കിൽ നിനക്ക് ജീവിതം ബാക്കിയുണ്ടെങ്കിൽ നീ പോകണം, പുണ്യനബി ഒന്ന് കാണണം. ഇങ്ങനൊരു അബ്ദുള്ള ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് എന്റെ റസൂലുള്ളാഹിനോട് നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് നിന്റെ നാവ് കൊണ്ട് ഒരു വചനം ചൊല്ലുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ചോദിച്ചു, ഞാൻ എന്തു പറയാം? എന്റെ കാതോരം കലിമ, എന്റെ കൽബിന്റെ മുത്താമുമൈമ, ചൊല്ലു നീ എന്റെ കാതോരം കലിമ. സ്വപ്നമാണെന്നും നീ സ്വന്തമാണല്ലോ നീ, എന്റെ കനവിന്റെ ലോകത്തെ സഖിയാണു നീ. സ്വപ്നമാണെന്നും നീ സ്വന്തമാണല്ലോ നീ, എന്റെ കനവിന്റെ ലോകത്തെ സഖിയാണു നീ. എന്നുമൈമാ പൊന്നുമൈമാ, എന്നുമൈമാ പൊന്നുമൈമാ. എന്റെ ഹൃദയം സത്യത്തിന്റെ വിത്തിറക്കാൻ വിളനിലമായ പാഠമാണെങ്കിൽ നീ മനസ്സുകൊണ്ട് പറയണം, നാവ് കൊണ്ട്, മനസ്സുകൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. റോം ചക്രവർത്തിയുടെ മകൾ ഉമൈമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷഹാദത്തിന്റെ വചനം ഉച്ചരിച്ചപ്പോൾ അവളോട് അവൻ പറഞ്ഞു, ഉമൈമ, എനിക്കിപ്പോ സമാധാനമായി. ദുനിയാവിൽ ഒന്നിക്കാൻ കഴിഞ്ഞെങ്കിൽ സ്വർഗ്ഗലോകത്തെ സ്നേഹതീരത്തെങ്കിലും ഒന്നിക്കാനോ? ഇനി നീ തിരിച്ചു പോട്ടെ എന്റിലേക്ക്. എന്റെ മരണത്തിന്റെ ഒടുക്കത്തെ ഘട്ടം നിന്നെ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റൂല. അവൾ കരഞ്ഞുകൊണ്ട് ആ ടെന്റിൽ പോയിരുന്നു. അപ്പോൾ അബ്ദുള്ള ഉമർ റളിയല്ലാഹു അൻഹു അവനോട് പറഞ്ഞു, എന്റെ പെണ്ണിന്റെ കരച്ചിൽ കേട്ടല്ലോ നീ, ഉമറേ, എന്നെ നീ ഒന്നും ആലോചിക്കണ്ട, അമ്പൊന്ന് വലിച്ചോളൂ എന്ന്. അമ്പ് വലിക്കാൻ, പക്ഷെ അമ്പ് വലിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാലവിടെ വെക്കരുത്, കാല് മാറ്റിയിട്ട് വലിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറഞ്ഞിട്ടാ ഞാൻ കാല് വെച്ചത്, ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടാണ് നീ കാല് വെച്ചത്, പക്ഷെ ആ സമയത്ത് ഞാൻ ഒരു കാര്യം മറന്നുപോയി. എന്റെ ഹൃദയാന്തരാളത്തിൽ ഒരു മനുഷ്യന്റെ ഓർമ്മയുണ്ട്, ഒരു മനുഷ്യന്റെ പേരുണ്ട്,
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് ചിന്തിക്കുന്ന ഹൃദയാന്തരാളത്തിന്റെ മേലെ ലോകത്തൊരു ശക്തിയെയും കാലെടുത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കൂല. അതുകൊണ്ട് കാല് മാറ്റി അമ്പ് വലിച്ചോളൂ. ആണത്തമുള്ളവന്റെ വർത്താനം കേട്ടപ്പോ കാല് മാറ്റി അമ്പ് വലിച്ചു ഞാൻ. അവൻ എഴുന്നേറ്റിരുന്നു. എന്റെ വലിയുടെ ശക്തിയിൽ അവൻ എഴുന്നേറ്റിരുന്നു. അവന്റെ നെഞ്ചിന്റെ കൂട് പിളർന്ന് അമ്പ് പുറത്തേക്ക്, ചോര എന്റെ മുഖത്തേക്ക് പോലും തെറിച്ചു. ഞാൻ ആ ചോര തടവുമ്പോൾ അവൻ മലർന്ന് കിടന്ന് ഷഹാദത്തിന്റെ വചനം ഉച്ചരിച്ച് എന്നേക്കുമായി കണ്ണടച്ചു. ഞാൻ അവന്റെ മയ്യത്തെ കൈകൊണ്ട് വാരി ഉമൈമ കിടക്കുന്ന ടെന്റിന്റെ അകത്ത് കൊണ്ടുപോയി ഞാൻ കിടത്തി. അവനെ കണ്ടതും അവൾ വാവിട്ട് നിലവിളിച്ചു. സഹിക്കാനാവാത്ത വേദനയോടെ ഞാൻ എന്റെ വാളും മുറയിൽ നിന്ന് ഊരി പുറത്തേക്ക് ഇറങ്ങുമ്പോ അവൾ ഓടി വന്നതിനോട് ചോദിച്ചു, ഉമർ എങ്ങോട്ട് പോണു? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കൊന്ന നിന്റെ പിതാവിന്റെ പട്ടാളക്കാരെ പാഠം പഠിപ്പിക്കാൻ. എങ്കിൽ ഞാനും വരും. എന്തിന്? നിനക്ക് ഒരു ദിവസത്തെ ബാധ്യതയാണെങ്കിൽ എനിക്കൊരു കുട്ടിക്കാലത്തെ ബാധ്യത ഇവനോട് തീർക്കാനുണ്ട്. മരിച്ചപ്പോഴും അബ്ദുല്ലാന്റെ കയ്യിൽ പിടിച്ച് അവന്റെ കരവാൾ അവൾ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അള്ളാഹു സാക്ഷി, ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന്. അവൾ അവിടെ ഇരുന്നാൽ പ്രശ്നമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, എന്റെ കൂടെ വന്നോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്നെ ഓവർടേക്ക് ചെയ്യരുത്. നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീ എന്റെ ബാക്കിൽ നിൽക്കണം, നീ തിരിഞ്ഞു വെക്കണം. നിന്റെ ഇടത്തെ കൈ എന്റെ ഇടത്തെ കയ്യിൽ ഇങ്ങനെ തരിക, ഇങ്ങനെ പിടിക്കാൻ. കാരണം കൂട്ടം തെറ്റരുത്, അവർ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അവളത് അനുസരിച്ചു. എന്റെ കയ്യിലേക്ക് അവളുടെ ഇടത്തെ കൈ വെച്ച് തന്നു. അവൾ പുറംതിരിഞ്ഞു നിന്നു. ബാക്കിലൂടെ ആരെങ്കിലും വന്നാൽ നീ നോക്കിയാൽ മതി, മുന്നിലുള്ളവരെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവളെയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയത് കണ്ടപ്പോൾ മണൽക്കുന്നുകൾക്ക് മറുഭാഗത്തുള്ള ശത്രുക്കൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങാൻ വരാൻ തുടങ്ങി. അവർക്ക് അവളെയാ വേണ്ടത്. ഘോരമായൊരു സംഘടന പിന്നെ ഉണ്ടായത്. പിൻഭാഗത്തുകൂടെ അവളെ പിടിക്കാൻ വേണ്ടി വരുന്നവരെ അവൾ തന്നെ കാര്യമായി നേരിട്ടു. എന്റെ നബിയെ, ഞങ്ങളുടെ വാൾപ്പയറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടാവണം നേരത്തെ അബ്ദുല്ലാഹിബ്നു ശൈറ നെഞ്ചത്തെ ഉന്നം തെറ്റാതെ അമ്പെയ്യാൻ കഴിവുള്ളവൻ അവൻ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്റെ ലക്ഷ്യം അവൻ തന്നെയാണ്. കാരണം അവൻ ചതിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇടതും വലത്തും നിൽക്കുന്ന ശത്രുക്കളെ ഞാൻ നോക്കിയില്ല. അത് അവരുടെ തട്ടിപ്പായിരുന്നു. ഇടത്തൊന്നും വലത്തൊന്നും വരുമ്പോലെയാക്കുകയും നേരെ മുന്നിൽ നിന്ന് അമ്പയുകയും ചെയ്യുക എന്നത് ഞാൻ അബ്ദുല്ലയിൽ കണ്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇടത്തും വലത്തും ഒന്നും നോക്കിയില്ല. അത് നോക്കാൻ ഉമൈമയെ ഏൽപ്പിച്ചിട്ട് ഞാൻ മുന്നിൽ തന്നെ നോക്കി. അവൻ ഞൊടിയിടയിൽ ഒരമ്പയിൽ വിട്ടു. എന്റെ നെഞ്ചിന്റെ കൂട് തകർക്കാൻ പാകത്തിലാണ് അമ്പ് വന്നത്. അമ്പ് വിട്ടു എന്ന് കണ്ടപ്പോ ഞാനൊന്ന് കറങ്ങി, അമ്പൊന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അവനിലേക്ക് ചാടാനാണ് ഞാൻ നോക്കിയത്. പക്ഷേ എന്റെ ബാക്കിൽ ഞാൻ ഇടത്തെ കൈ കൊണ്ട് പിടിച്ച പെണ്ണുണ്ടല്ലോ, എന്റെ ശക്തിയുള്ള കറക്കത്തിൽ കറങ്ങി ഫ്രണ്ടിലേക്ക് വന്നുപോയി നബിയെ. എന്റെ നെഞ്ചു തുളക്കേണ്ട ആ അമ്പ് എന്നെക്കാൾ നീളം കുറഞ്ഞ ഉമൈമയുടെ തൊണ്ട തുളച്ചിട്ട് അങ്ങോട്ട് കയറിയപ്പോ ഉമറേന്ന് വിളിച്ചിട്ട് അവൾ അങ്ങ് നിലത്തേക്ക് വീണു. അത് കണ്ടത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ കിടന്ന് പടയുമ്പോൾ പിന്നെ ഞാനെന്ത് ഉമറാ നബിയെ, ഞാനെന്ത് മക്കത്തെ ഉമറാണ്. ഞാൻ അവന്റെ മേലോടി ശക്തിയാൽ അവർ തന്റെ വാടുമെടുത്ത് രാജാവിൻ സൈന്യത്തിന്റെ തലയെടുക്കാൻ മുഖമനെ അവരെടുത്ത് പടവാൾ വീശിയെടുത്ത് പട്ടാളത്തിനടുത്ത് പൊട്ടിച്ചിരി ചിരിത്ത് ചാടുന്ന പോലിയാരും ഓടുന്ന പകയരും ജീവനിൽ തേങ്ങി ജീവനിൽ തേങ്ങി. അവൾ അമ്പേറ്റു വീണു എന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ഓടുന്നവന്റെ ബാക്കിൽ ഞാനും ഓടി. അവസാനത്തവന് മരുപ്പറമ്പ് വിടുന്നവരെ ബാക്കിലോടി. പറ്റുന്നവരെയൊക്കെ ഞാൻ എന്റെ വാളുകൊണ്ട് വെട്ടി. അവരൊക്കെ മുറിവേറ്റ് കൊണ്ടോടാൻ തുടങ്ങി. അവസാനം എല്ലാവരും പോയപ്പോൾ ഞാൻ തിരിച്ചു വന്നു. സത്യത്തിൽ അവളെ മരിച്ചിട്ടുണ്ടാക്കുമായിരുന്നു. ഞാൻ അവിടേക്ക് എന്നു. അവളെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ കാലിന്റെ ശബ്ദം കേട്ട് അവളൊന്ന് ഞെരങ്ങി അനങ്ങി. ഞാൻ അവളെ ഒന്ന് മലർത്തി കിടത്തി. ചോരയും മണ്ണും പുരണ്ട മുഖം കൊണ്ട് അവൾ എന്നെ ഒന്ന് നോക്കി. നിലാവിന്റെ വെട്ടത്തിൽ വല്ലാത്തൊരു നോട്ടം. ഞാൻ അവളോട് ചോദിച്ചു, എന്താ? അവൾ എന്നോട്, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്റെ കുട്ടി, നിനക്ക് വെള്ളം വേണോ? വെള്ളമൊന്നും എനിക്ക് വേണ്ട. എന്നെ ഒന്ന് എടുത്തിട്ട് അബ്ദുല്ലാന്റെ അടുക്കൽ കൊണ്ടേക്ക് കിടത്തോ. ഞാൻ അവളെ വാരിയെടുത്തു. മരിക്കാൻ പോകുന്ന ആ പെണ്ണിനെ വാരിയെടുത്ത് അബ്ദുല്ലാന്റെ മയ്യത്തിന്റെ അടുക്കൽ കൊണ്ടേക്ക് കിടത്തിയപ്പോ അവൾ അബ്ദുല്ലയോട് പറഞ്ഞു, അബ്ദുല്ല, എന്റെ പിതാവിന്റെ പട്ടാളക്കാർ നിങ്ങളെ പറഞ്ഞു വിട്ട സ്ഥലത്തേക്ക് എന്നെയും പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, മറേ, വല്ലാത്ത ദാഹമുണ്ട് എനിക്ക്, കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചു. വെള്ളം എവിടെ നിന്ന് കിട്ടാനാ നബിയെ? ഞാൻ ആ ടെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മരുപ്പറമ്പിൽ വെള്ളം കിട്ടില്ല എന്ന് എനിക്കറിയാം. അവളൊന്ന് പെട്ടെന്ന് മരിക്കലാം നല്ലത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ഞാൻ വെറുതെ നടന്നു. പക്ഷേ ദീന് വിശ്വസിക്കാത്ത ഖത്താബിന്റെ മോനെ അന്നും എന്റെ റബ്ബ് കൈവിട്ടിട്ടില്ല. മരുഭൂമിയിലെ പാറക്കെട്ടിൽ നുൽഭവിക്കുന്ന തെളിഞ്ഞ തെളിനീർ ഞാൻ കണ്ടു. ഞാനതെന്റെ കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് ഓടുകയായിരുന്നു, അവൾ മരിക്കരുതേ എന്ന പ്രാർത്ഥനയുമായിട്ട്. ആ വെള്ളവുമായി ഞാൻ അവളുടെ അടുക്കലേക്ക് വരുമ്പോൾ അപ്പോഴും അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ എന്റെ കയ്യിൽ വെള്ളമുണ്ടെന്ന് കണ്ടിട്ട് അവൾ കണ്ണു തുറന്ന് എന്നിട്ടൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു വെള്ളം കുടിക്കാൻ. പക്ഷേ ആ പെണ്ണിന് കഴിഞ്ഞില്ല എഴുന്നേൽക്കാൻ. അവൾ അവിടെ തന്നെ വീണു. ഞാൻ പറഞ്ഞു, നീ എഴുന്നേൽക്കണ്ട, നീ വായ തുറന്നാൽ മതി, ഞാൻ വെള്ളം ഒഴിച്ചു തരാമെന്ന്. അവൾ വായ തുറന്നു. വായക്കകത്ത് ചോരയും നീരുമായിരുന്നു. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്റെ കൈക്കുമ്പിളിൽ
താങ്ങിപ്പിടിച്ച വെള്ളം മുഴുവൻ. പക്ഷേ ഒരു തുള്ളി പോലും അവൾ കുടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണില്ല. കാരണം അമ്പ് തറച്ച ദ്വാരങ്ങളിലൂടെ ചോരയും നീരുമായി അത് പതഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അവസാനം കൈക്കൊമ്പിളിൽ വെള്ളം തീർന്നപ്പോ ഞാൻ അവളുടെ തലഭാഗത്ത് എന്നിട്ട് ചോദിച്ചു, ഇനി നിനക്ക് വെള്ളം വേണോ? അവൾ പറഞ്ഞു, എന്തിന്? അങ്ങ് കൊണ്ടുതന്ന ഒരു കൈക്കൊമ്പിൾ വെള്ളം പോലും കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഒരു മറുപടിയും പറയാതെ ഞാൻ തിരിഞ്ഞിരുന്ന് കരഞ്ഞു. പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ചോദ്യം ചോദിച്ചു, മറേ. ഞാൻ ചോദിച്ചെന്താ? നിനക്കെന്നെ രക്ഷിക്കാനാവുമോ? നിനക്കെന്നെ രക്ഷിക്കാൻ പറ്റുമോ? ശ്വാസനാളവും അന്നനാളവും ഒരുപോലെ മുറിഞ്ഞ പെൺകുട്ടിയാണ് അവൾ. അവളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ മോളെ എന്റെ കയ്യില് ഒരു മായാജാല കുതിർത്തുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഒന്ന് രക്ഷപ്പെടുത്ത്. ഞാൻ എങ്ങനെയാ ജീവിതത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരിക? ജീവിതത്തിലേക്കല്ല, പിന്നെ മരണത്തിലേക്ക്. മരണത്തിലേക്കോ? അതെ, മരണത്തിലേക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ നിന്നെ കൊണ്ട്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ തൊണ്ടി നമ്പൊന്ന് വലിച്ചു തരണം, അമ്പ് പറിച്ചെടുക്കണം. നിന്റെ തൊണ്ടി നമ്പ് പറിക്കാൻ മാത്രം കൈക്കരുത്ത് എനിക്കില്ല മോളെ. അവൾ പറഞ്ഞു, നിങ്ങളല്ലേ അബ്ദുള്ളാന്റെ നെഞ്ചത്ത് നമ്പ് പറിച്ചത്? അബ്ദുള്ള ആണാണ്, പറിക്കടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറിച്ചിട്ടുണ്ട്. മോളെ, നീ ഒരു പെണ്ണാണ്. പേറ്റുനോവിന്റെ വേദന ഫുള്ളായി അനുഭവിക്കാൻ കഴിയാതെ വാവിട്ട് നിലവിളിക്കുന്ന ലോകത്തെ ലക്ഷക്കണക്കിന് പെൺകുട്ടിയിൽ ഒരുവളാ നീ. അവള് പറഞ്ഞു, ഈ സിദ്ധാന്തവും വേദാന്തവും കേൾക്കേണ്ട നേരമല്ലിത്. വേദന സഖ്യമാണെന്ന് പറിച്ചതാ. നിന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ അമ്പ് പറിക്കും? അവള് പറഞ്ഞു, മുഖത്ത് നോക്കണ്ട ഉമറെ, തിരിഞ്ഞിരുന്ന് പറിച്ചാൽ മതി. അവളുടെ ആവലാതിയും വേവലാതിയും ജീവിതത്തിലേക്ക് വരില്ല എന്നുള്ള ഉറപ്പും. അവൾ മരിക്കുകയാണ് നല്ലതെന്ന് എനിക്കും തോന്നി. അവൾ മെല്ലെ മെല്ലെ മരിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ അവളുടെ തൊണ്ടി നമ്പ് പറിക്കാൻ കൈ പിന്നോട്ട് നീട്ടി. അവളെ നോക്കിയില്ല ഞാൻ. ആ കൈ ലക്ഷ്യത്തിലേക്കല്ല പോയത് എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് കല്യാണത്തിന് മൈലാഞ്ചി വരച്ച പെണ്ണാണവൾ. ആ കൈ കൊണ്ട് കാരിരുമ്പിന്റെ കരുത്തുള്ള കയ്യെ പിടിച്ചു എന്റെ കൈ. എന്നിട്ട് തൊണ്ടയിൽ നിറച്ച അമ്പിന്റെ തുഞ്ചത്ത് കൊണ്ടുവച്ചിട്ട് വല്ല പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു, ഉമറേ, ഇനി വിടരുത്, നീ ഒന്ന് പറിക്കണമെന്ന്. അവളുടെ വാക്കുകൾ അവ്യക്തമാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ അമ്പ് മെല്ലെ പിടിച്ചു. അമ്പ് പിടിച്ചു നബിയെ. ഇനി പറിക്കാതിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. ഒരൊറ്റ വലി. അമ്പ് പറിച്ച പുറത്തോട്ട് വെറുതെ ഒന്ന് നോക്കി. ചോര ചാലിട്ടൊടുക്കി. അവൾ എന്തോ പറയുന്നുണ്ടായിരുന്നു. അതെന്നോടാവും, അത് കേൾക്കണം എനിക്ക്. അത് മരണവസ്യത്താവും. ഞാൻ അവളുടെ ചുണ്ടിലേക്ക് എന്റെ കാത് കൊണ്ടുപോയി വെച്ചു. വസിയത്താണ്, പക്ഷെ എന്നോടല്ല നബിയെ, അത് ലോക ജനതയോട് നൽകിയ വസിയത്ത്. ഇങ്ങനെ പറഞ്ഞ് മരിക്കാൻ ഒരുവന് ഭാഗ്യം കിട്ടിയാൽ അവനാണ് സ്വർഗ്ഗലോകത്തിലേക്കുള്ള വിജയം. അത് അവൾക്ക് അല്ലാഹു നൽകിയ മഹാഭാഗ്യമാണ്. പടപ്പാണെന്നേ ഖലാഖിലാഹിന്റെ വിധിയാണെന്നേ, എല്ലാം അവൻ തീർത്ത പടപ്പാണെന്നേ. വിളിച്ചാൽ പോകാതെ ഒഴിവില്ലെന്നേ, വിളിച്ചാൽ പോകാതെ ഒഴിവില്ലെന്നേ. വിധിയെ തടുക്കാനെന്ത് മാർഗമെന്നേ. സത്യമൂമേമത്തും ഷഹീദത്തായേ, ശറഫും തിരുനെഞ്ചിൽ നീണം പടർന്നേ. നിത്യറസൂല് തന്റെ നയനം വാർന്നേ, നീറും കഥമുത്ത് സവിച്ചിടുന്നേ. സത്യമൂമേമത്തും ഷഹീദത്തായേ, ശറഫാം തിരുനെഞ്ചിൽ നീണം പടർന്നേ. പരിശുദ്ധ ഷഹാദത്തിന്റെ വചനം ഉച്ചരിച്ച് അവളും ഈ ലോകം വിട്ട് ഇവിടെ പറഞ്ഞു പോയി. ആ രണ്ട് മയ്യത്തുകൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ കുടുങ്ങി. അവസാനം മരുപ്പറമ്പിലെ മണ്ണ് മാന്തിയിട്ട് ഞാൻ അവരെ മണ്ണിലേക്ക് ഇട്ടു. ആ കുഴിയിലിട്ട് മണ്ണിട്ട് മൂടി ഞാൻ തിരികെ നടന്നു. മനസ്സമാധാനം കിട്ടാത്ത രാവുകളായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്. മാസങ്ങളോളം ഞാൻ ഈ സമാധാനക്കളി ജീവിച്ചു. ഒരാളോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ജബൽ ഖുബൈസ് മലയുടെ താഴ്വാരത്തെ പാറപ്പുറത്ത് ഞാൻ ചെന്നിരുന്നേയില്ല. കാരണം അവിടെ വെച്ചാണല്ലോ ഞാൻ അവനെ കണ്ടുമുട്ടിയത്. പിന്നെ അതെനിക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ ആ വഴിക്ക് പോയില്ല. മാസങ്ങൾക്ക് ശേഷം മക്കയിൽ ഒരു വാർത്ത വരുന്നു. ദാറുൽ നദ്വയിൽ ഒരു സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അബുൽ ഹക്കം എന്ന അബൂജഹൽ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തു. അവിടെ പറയുന്ന കാര്യം കേട്ട സമാധാനം കിട്ടും എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ അവിടെ പങ്കെടുത്തത്. പക്ഷേ അവിടെ ഒരൊറ്റ അജണ്ടയായിരുന്നു, മുഹമ്മദിനെ കൊല്ലുക സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. അബൂജഹലിന്റെ 100 ചുവന്ന ഒട്ടകത്തിന് സമ്മാനം, ഒട്ടകമാണ് സമ്മാനം. ആ സമ്മാനം ഏറ്റെടുക്കാൻ ഞാൻ ഒരുങ്ങി. ദാറുൽ നദ്വയിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായി നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാതെ ഞാൻ ഇറങ്ങി നടന്നു. വഴിവക്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നുഐം ഇബ്നു അബ്ദുല്ലയെ കണ്ടുമുട്ടി. എന്നെ പിന്തിരിപ്പിക്കാൻ ആവത് ശ്രമിച്ചു നുഐം.
പക്ഷെ പിന്തിരിയില്ല എന്ന് കണ്ടപ്പോ അവൻ എന്റെ മനസ്സിലൊരു വെടിപൊട്ടിച്ചു. അവൻ എന്നോട് ചോദ്യമുണ്ട്, അവനവന്റെ കുടുംബത്തെ നന്നാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കുക എന്നത്. ഞാൻ ചോദിച്ചു, എന്റെ കുടുംബത്തിന് എന്ത് പറ്റിയെന്ന്. അപ്പൊ പറഞ്ഞു, നിന്റെ പെങ്ങള് ഫാത്തിമയും പെങ്ങളുടെ ഭർത്താവ് സയ്യിദും മുഹമ്മദിന്റെ പക്ഷത്താണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് സഹിക്കാനായില്ല നബിയെ. ഞാൻ അവരുടെ വീട്ടിലേക്ക് ഓടി. ആ വീട്ടിന്റെ അകത്ത് വെച്ച് അവർ ചെയ്യുന്ന ഖിറാഅത്ത് ഞാൻ കേട്ടു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഖിറാഅത്ത് പാരായണം ചെയ്തു പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഞാൻ ഡോറിന് തട്ടിയത്. പിന്നെ ഉണ്ടായ മൽപ്പിടുത്തം. റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത വിശ്വാസം വലിയൊരു കഥയാണ്. അത് പറയുകയല്ല എന്റെ ലക്ഷ്യം, അത് മറ്റൊരിക്കൽ ഇൻഷാ അല്ലാഹ് പറയാം. അവസാനം ഫാത്തിമയുടെ നെറ്റിയിൽ നിന്ന് ഒലിക്കുന്ന ചോര എന്റെ മനസ്സ് മാറ്റി. ഞാൻ വിശുദ്ധ ഖുർആനിലേക്ക് എന്റെ കണ്ണ് വായിച്ചു. കുളിച്ചു വരാൻ എന്റെ ഫാത്തിമ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ വെള്ളമെടുത്ത് തലയിൽ ഒഴിച്ച് ഞാൻ ഓടി വന്നു. അവൾ നൽകിയ വിശുദ്ധ ഖുർആന്റെ ഏട് എഴുതിയ പലക അതെന്റെ കൈകളിൽ നിന്ന് പറിച്ചു. ആ സൂറത്തോതിയതും എന്റെ കൽബ് പ്രകാശിച്ചു. ഞാൻ നിങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടി ചോദിച്ചു, മുഹമ്മദ് നബി എവിടെയെന്ന്. അവര് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു തരില്ലെന്ന്. അപ്പോഴാണ് അകത്തുനിന്ന് ഖബ്ബാബ് ഇറങ്ങി വന്നത്. ഖുർആൻ പഠിപ്പിച്ച ഖബ്ബാബ് ഒരു വാക്ക് പറഞ്ഞു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീന് ശക്തിപ്പെടുത്തണേ എന്ന് നബി ദുആ ചെയ്ത ആ ദുആ അവിടെ വെച്ച് ഖബ്ബാബ് എന്നോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നബി എവിടെയെന്ന്. അവസാനം അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഫാത്തിമ പറഞ്ഞു, ദാറുൽ അർക്കമിലുണ്ടെന്ന്. സഫാ മറിയുടെ താഴ്വാരത്തെ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ. ഏതാണ് ഈ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്? ചരിത്രത്തിലെ ആദ്യത്തെ മതപഠനശാല അഥവാ മദ്രസ, ലോക ചരിത്രത്തിലെ ആദ്യത്തെ മദ്രസ. ആ മദ്രസയിൽ നിന്ന് പാരമ്പര്യം ഏറ്റെടുത്തിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ 10,000-ഓളം മദ്രസകൾക്ക് അസ്ഥിവാരം കുറിക്കപ്പെട്ടു. ആരംഭെയ്താലും തകരാത്തൊരു കൂട്, പാരമ്പര്യം കൊണ്ട് തീർത്ത തറവാട്, ആരംഭെയ്താലും തകരാത്തൊരു കൂട്. ഈ കൂട്ടിൽ കൂടുന്നോർക്കില്ലാത്ത ചൂട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തേട്. പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമിന്നെന്തൊരവസ്ഥ. മുസൽമാനുണർന്നു, ഈമാൻ പടർന്നു, മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു. പുണ്യസമസ്ത ഇല്ലെങ്കിൽ കേരളമിന്നെന്തൊരവസ്ഥ. ആ ദാറുൽ അർക്കമിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ടായിരുന്നല്ലോ. ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ ചുമരുകളാണ് ദാറുൽ അർക്കമിന്റെ പ്രത്യേകത. ആ ചുമരുകൾക്കിടയിലൂടെ, ഓലകൾക്കിടയിലൂടെ ഊരിപ്പിടിച്ച വാളുമായി മലയിറങ്ങി വരുന്ന എന്നെ കണ്ട് സഹാബത്ത് പേടിച്ചു. അവരെല്ലാവരും പുണ്യനബി നിങ്ങളിലേക്ക് ഒതുങ്ങിയിരുന്നു. അപ്പോഴാണ് എന്നെക്കാൾ 3 ദിവസം മുമ്പ് മുസ്ലിം അയാൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം വിശ്വസിക്കുന്നതിന്റെ നേരെ 3 ദിവസം മുമ്പ് വിശ്വസിച്ച ആളാണ് മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ശുഹദാ. ഉഹദിന്റെ രണഭൂമിയിൽ ലോക ചരിത്രത്തിലെ ശുഹദാക്കന്മാരുടെ നേതാവായി വീര ചരിതം രചിച്ച മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹു 3 ദിവസം മുമ്പാണ് വിശ്വസിച്ചത്. ഉമർ റളിയല്ലാഹു വിശ്വസിക്കുന്നേക്കാൾ ആ ഹംസത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞ വാക്ക് ഞാൻ പുറത്തുനിന്ന് കേട്ടു. ഉമർ നല്ല മനസ്സോടെ വരുന്നതെങ്കിൽ ഉമറിന് നല്ലതാ, അല്ലെങ്കിൽ ദാറുൽ അർക്കമിന്റെ പടി അവൻ കടക്കില്ല, തലവെട്ടി ഇവിടെ ഞാൻ തൂക്കിക്കളയുമെന്ന് പറഞ്ഞ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ വാക്ക്. ഇടത്തെ കൈ വാതിൽപ്പടിയിലേക്ക് വെച്ച് വലത്തെ കയ്യിൽ വാളും പിടിച്ച് ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു നിപ്പുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ കൈക്കരുത്തിന്റെ മുന്നിൽ ഞാൻ വന്ന് നിന്നു, ഒന്നും പറയാതെ. അപ്പോഴാണ് അകത്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഹംസ ഉമറിനെ വിട്ടേക്കുകയെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾക്കിടയിലൂടെ ദാറുൽ അർക്കമില് പേടിച്ചിരിക്കുന്ന സഹാബത്തിന്റെ മധ്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്നിലേക്കും കടന്നു വന്നു. മുഹമ്മദ് നബിയെ, നിങ്ങൾ എന്നിലേക്കും വന്നു, ഞാൻ നിങ്ങളിലേക്കും വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നസറുൽ അമീൻ മഖറബ് ലംലാക മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ലോക ചരിത്രത്തിൽ ഒരാൾ മുസ്ലിമായപ്പോഴും ആകാശ ലോകത്ത് ഒരു മലക്കുകളും ആനന്ദ നൃത്തം ചവിട്ടിയില്ല. എന്നാൽ ഒരാൾ മുസ്ലിമായപ്പോഴാണ് 7 വാനലോകത്തും മലക്കുകൾ അല്ലാഹുവിനെ സ്തുതിച്ച് തക്ബീർ അടിച്ചത്. ആ മനുഷ്യനാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. 2 കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ നെഞ്ചിലേക്ക് എന്നെ വലിച്ചിട്ട് എനിക്ക് ഷഹാദത്തിന്റെ വചനം ഉച്ചരിച്ചു തരുമ്പോൾ, ഈ ഷഹാദത്തിന്റെ വചനം ഉച്ചരിച്ച് മരിച്ചുപോയ ഉമൈമയും അബ്ദുള്ളയും എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോൾ തോളത്ത് തട്ടി ഉമർ കിസ്സ എന്ന ചരിത്രം പറയുന്നു, തോളത്ത് തട്ടി പുണ്യനബി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, മനോഹരമാണ് നീ പറഞ്ഞ ചരിത്രം, സത്യമാണ്, വല്ലാത്തൊരു കഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഖദീജ ബിബിയുടെ വഫാത്ത് തൽക്കാലം ഞാൻ മറന്നുപോയിട്ടുണ്ടെന്ന്. ശരിയാണ്,
അത് പറഞ്ഞാ നമ്മൾ ആരംഭിച്ചത്. ഇവിടെ എത്തുമ്പോൾ നിങ്ങളും അത് മറന്നു പോയിട്ടുണ്ട്. ഖദീജയുടെ വഫാത്തിന്റെ വേദന മറക്കാൻ തുടങ്ങിയ കഥയാണ് എന്ന് ഇപ്പൊ പറഞ്ഞപ്പോ വീണ്ടും ഓർമ്മ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞു തന്നപ്പോ കണ്ണുനീര് വാർത്ത സഹാബത്ത് അള്ളാഹുവിനെ സൂചിച്ച് 4 വഴിക്കും പള്ളി നിറങ്ങി നടക്കുമ്പോ പൊന്നു നബി ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു മസ്ജിദ് നബിയുടെ പുറത്തേക്ക് വരികയായിരുന്നു എന്നത് ചരിത്രത്തിന്റെ കൂട്ടി സുവനത്തോപ്പിൽ ശിയറ പോയി കഥകൾ കൊല്ലും ബാക്കിയാക്കി അവരി മണ്ണിൽ നിന്ന് പോയി ഉമൈമ ശിയറ